സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് മൈക്രോബയോളജി. ഓക്കെ, മൈക്രോബയോളജിയിൽ നിങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ പാർട്ട് ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് സ്പോയിലേജ് ഓഫ് വേരിയസ് ഫുഡ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ വേരിയസ് കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേരിയസ് കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡിനകത്ത് പല അല്ലെ, ഇപ്പം നമ്മുടെ ഇപ്പം സീരിയൽ ആൻഡ് സീരിയൽ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഷുഗറി പ്രോഡക്ട്സ്, ഇനി അടുത്ത പൾസസ് അല്ലെങ്കിൽ ഓയിൽസ്, ഫെർമെൻറ്റഡ് ഫുഡ്സ്, ഇങ്ങനെ ഓരോ ടൈപ്പ് ഡയറി പ്രോഡക്ട്സ്, മീറ്റ്, ഫിഷ്, ഇങ്ങനെ ഓരോ ടൈപ്പ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ചെയിൻ്റെ പ്രധാന പാർട്സ് ആയിട്ട് വരുന്ന ഈ ഫുഡ് ഐറ്റംസിൻ്റെ സ്പോയിലേജ് ആണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ്, അതായത് നമ്മുടെ മൈക്രോബയോളജിയിൽ മൈക്രോസ്കോപ്പി കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്പോയിലേജ് ഓഫ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. അതാണ് സ്പോയിലേജ് ഓഫ് സീരിയൽ ആൻഡ് സീരിയൽ പ്രോഡക്ട്സ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്പോയിലേജ് ഓഫ് സീരിയൽ ആൻഡ് സീരിയൽ പ്രോഡക്ട്സ് ആണ്. അപ്പം സീരിയൽ എന്ന് വെച്ചാൽ എന്താണ്? സീരിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ധാന്യങ്ങൾ. അപ്പം ഈ ധാന്യങ്ങളുടെ സ്പോയിലേജ്, അതുപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാക്കുന്ന മറ്റ് പല പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ധാന്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്ട്സ്, ഇപ്പോൾ ബ്രെഡ് പോലത്തെ, പാസ്ത പോലത്തെ അങ്ങനത്തെയൊക്കെ പ്രോഡക്ട്സിൻ്റെയൊക്കെ സ്പോയിലേജ്, അതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ക്ലാസ്സിലേക്ക് സീരിയൽസിൻ്റെ സ്പോയിലേജിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്തറിയണം? സ്പോയിലേജ് എന്താണെന്ന് അറിയണം അല്ലേ? സ്പോയിലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഫുഡ് നാശമായി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് നോർമലി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ക്വാളിറ്റീസ് എല്ലാം നഷ്ടപ്പെട്ട് നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റാതാവുന്നൊരവസ്ഥ അല്ലേ? അപ്പോൾ ദ വേർഡ് സ്പോയിൽ മീൻസ് ടു ഡിപ്രൈവ് ഓഫ് ഗുഡ് ഓർ ഇഫക്റ്റീവ് ക്വാളിറ്റീസ് അല്ലേ? ഇപ്പോൾ ഒരു ടൊമാറ്റോ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ തന്നെ എടുക്കുക. ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ടൊമാറ്റോ ആണ്. അപ്പോൾ ആ ഒരു ടൊമാറ്റോൻ്റെ ആ ഒരു കൺസ്യൂമബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടെക്സ്ചർ, അതിൻ്റെ ഒരു ടേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ അത് റോട്ടൺ ആയിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് നഷ്ടപ്പെട്ടു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? സ്പോയിൽഡ് ആയി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം വെൻ എ ഫുഡ് ഈസ് സ്പോയിൽഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ചേഞ്ച്ഡ്. അതായത് ഒരു ഫുഡ് നാശമാവും അല്ലെ? ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചു, ആ പാലെന്ന് പറയുന്ന സാധനം നോർമലി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫോമിൽ എന്താണ്? അതിനൊരു ചെറിയൊരു മൈൽഡ്, വളരെ മൈൽഡായിട്ടുള്ള ഒരു ലാക്ടോസിൻ്റെ ഒരു ചെറിയൊരു മൈൽഡ് ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലെ? ആ ഒരു സ്വീറ്റിഷ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്താണ്? അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഫോമിലാണ്. പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ ആ ഒരു കളറ് എല്ലാം ഉണ്ട്. ഓക്കെ, നേരെ മറിച്ചത് സ്പോയിൽഡ് ആകുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും, ആ മിൽക്ക് കേർഡിൽ ചെയ്യും, ആ പാലിനകത്തൊരു പുളിപ്പ് പോലെ വരും. അപ്പോൾ എന്താണ്? അത് നമുക്ക് നോ ലോങ്ങർ അക്സെപ്റ്റബിൾ, അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത ഒരു ഫോമിലേക്ക് മാറും. ഓക്കെ, സച്ച് ചേഞ്ചസ് മേ നോട്ട് ഓൾവേസ് ബി മൈക്രോബയോളജിക്കൽ ഇൻ ഒറിജിൻ. അപ്പം എപ്പോഴും സ്പോയിലേജ് സംഭവിക്കുന്നത് മൈക്രോബയോളജിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോബിയൽ ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് എന്ന് നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ടല്ലോ. ധാരണയുണ്ടെന്നല്ല, പൊതുവേ അങ്ങനെയാണ്. പക്ഷെ അത് മാത്രമാണോ റീസൺ? അല്ല. പിന്നെന്താണ്? എൻസൈമാറ്റിക് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ട് അല്ലെ? എൻസൈമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് നോൺ എൻസൈമാറ്റിക് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ കൊണ്ട്, അങ്ങനെ പല റീസൺസ് കൊണ്ട് ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു ഫുഡ് സബ്സ്റ്റൻസ് സ്പോയിൽഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പം എ പ്രോഡക്റ്റ് മേ ബിക്കം അൺഅക്സെപ്റ്റബിൾ ആസ് എ റിസൾട്ട് ഓഫ് ഇൻസെക്ട് ഡാമേജ്. ഇനി പറഞ്ഞൊക്കെ ഇൻസെക്റ്റിൻ്റെ ഡാമേജ് കാരണം അല്ലെ, അല്ലെങ്കിൽ അതിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെട്ടിട്ട് അത് ഡ്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കളറ് നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലെ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെന്താണ്? സ്റ്റെയിലിംഗ് ഓർ റാൻസിഡിറ്റി ഫോർ ഇൻസ്റ്റൻസ് അല്ലെ? ഇപ്പം ഡിസ്കളറേഷൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ ഇപ്പോൾ ഓയിലൊക്കെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ചിപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് സ്റ്റെയിലായെന്ന് പറയും അല്ലെ? സ്റ്റെയിൽ എന്ന് വെച്ചാൽ എന്താണ്? അതിനൊരു കാറൽ വരിക, ഒരു റാൻസിഡിറ്റി വരിക അല്ലെ? ആൻഡ് ബട്ട് ബൈ ലാർജ് മോസ്റ്റ് ഫുഡ് സ്പോയിലേജ് ഈസ് എ റിസൾട്ട് ഓഫ് മൈക്രോബിയൽ ആക്ടിവിറ്റി അല്ലെ? അപ്പോൾ ഈ പറഞ്ഞതിന് മിക്കവാറും അല്ലെങ്കിൽ ഇൻസെക്ട് ഡാമേജ്, ഡ്രൈയിങ് ഔട്ട്, ഡിസ്കളറേഷൻ, സ്റ്റെയിലിംഗ്, റാൻസിഡിറ്റി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഒരുപാട് ഫുഡ് സ്പോയിലേജ് നമ്മുടെ മൈക്രോബിയൽ ആക്ടിവിറ്റി കൊണ്ടും എന്താണ്? കേടുപറ്റാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് മൈക്രോബയോളജിക്കൽ ഫുഡ് സ്പോയിലേജ് ക്യാൻ മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സെവറൽ ഡിഫറെൻറ്റ് വേസ്. ഓക്കെ, അതിൽ ചിലതെന്താണ്? പല രീതിയിൽ ഇപ്പോൾ മൈക്രോബയോളജിക്കലായിട്ടുള്ള സ്പോയിലേജ് വരാം. ചിലപ്പോൾ എന്താണ്? അത് റോട്ടൺ ആയിട്ട് പോകുക, അല്ലെങ്കിൽ കളർ ചേഞ്ച് വരാം, അല്ലെങ്കിൽ അതിനകത്ത് പുതിയ സബ്സ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനകത്ത് കെമിക്കൽ ചേഞ്ചസ് വരാം. ഓക്കെ, മൈക്രോബ്സിൻ്റെ ആക്ഷൻ കാരണം. അപ്പോൾ ചിലപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ ചേഞ്ചസ് കമ്പൈൻ ചെയ്തിട്ടും ഒക്കെ എന്താണ്? മൈക്രോബയോളജിക്കലായിട്ടുള്ള ഫുഡ് സ്പോയിലേജ് സംഭവിക്കാം. ഓക്കെ, ഇനി അടുത്ത വിസിബിൾ മൈക്രോബിയൽ ഗ്രോത്ത് മേ ബി അപ്പാരന്റ് ഇൻ ഫോം ഓഫ് സർഫസ് ലൈം അല്ലെ? നമുക്കറിയാം കേടായ ഫുഡിനകത്ത് മൈക്രോബിയൽ ആയിട്ടുള്ള കണ്ടാമിനേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മൈക്രോബിയൽ സ്പോയിലേജ് സംഭവിക്കുന്ന സമയത്ത് എന്താണ്? ഇതിൻ്റെ സർഫസിൽ ഈ സ്ലൈം പോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വഴുക്കൽ പോലത്തെ ഒരു സംഭവം ഫോം ചെയ്യും. ഓക്കെ, അതെന്താണ്? മൈക്രോബിയൽ കോളനീസ് കൊണ്ടാണ്. അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ
റെഗുലേഷൻ ഓഫ് സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് ദ ഫുഡ്, അല്ലെ ആ ഫുഡിനകത്തുള്ള നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ എന്താണ് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യും, വിഘടിപ്പിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസിനകത്ത് ഈ മൈക്രോബ്സ് വേരിയേഷൻ വരുത്തും അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തും. ആൻഡ് വിച്ച് റിസൾട്ട് ക്യാൻ കോസ് എ ലോസ് ഓഫ് ടെക്സ്ചർ, അല്ലെ അതിൻ്റെ ടെക്സ്ചർ നഷ്ടപ്പെടുന്നതിന് കാരണമാവും. ബട്ട് ദ മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ വിൽ ബി കെമിക്കൽ പ്രോഡക്റ്റ് ഓഫ് മൈക്രോബിയൽ മെറ്റബോളിസം. പക്ഷേ ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ സർഫസ് ഗ്രോത്ത് കൊണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ആ ഒരു ഫുഡിൻ്റെ കമ്പോണന്റ് ബ്രേക്ക് ഡൗൺ ചേഞ്ചസ് ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അതായത് കെമിക്കൽ പ്രോഡക്ട്സ് ഓഫ് മൈക്രോബിയൽ മെറ്റബോളിസം. അതായത് മൈക്രോബ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡിനകത്ത് ചെന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ഒന്ന് അവർക്ക് ഫുഡ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം ഇവരുടെ ബോഡിയുടെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് അവിടെ കെമിക്കൽ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഗ്യാസ് ഫോം ചെയ്യും, പിഗ്മെന്റ്സ് ഫോം ചെയ്യും, പോളിസാക്രൈഡ്സ് ഫോം ചെയ്യും, ഓഫോഡേഴ്സ് ഫോം ചെയ്യും, ഫ്ലേവേഴ്സ് ഫോം ചെയ്യും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? മൈക്രോബിയൽ ആക്ഷൻ കൊണ്ടാണ് അല്ലേ. ഇപ്പം നമ്മൾ ഈ പാല് പുളിപ്പിച്ചിട്ട് നമ്മൾ തൈരാക്കുന്നു അല്ലെ, അവിടെ എന്താണ് മൈക്രോബിയൽ ആ ഒരു ലാക്ടോബാസിലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ എന്താണ് നമ്മുടെ ലാക്ടോസ് ഫോമിങ് ബാക്ടീരിയയുടെ സ്പീഷീസ് വന്നിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഈ ഒരു കേർഡിനെയൊക്കെ അവിടെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു പാലിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസം വരുന്നുണ്ടല്ലേ. പാല് നേരത്തെ നല്ല ഫ്ലൂയിഡായിട്ട് അല്ലെങ്കിൽ ലിക്വിഡായിട്ടിരുന്നൊരു പാലായിരിക്കും കേടാകുമ്പോൾ അല്ല, അത് കുറച്ചൊന്ന് കേടിലാവും, കുറച്ചൊന്ന് തിക്കണാവും, കുറച്ചൊരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റും, കളറ് മാറും അല്ലെ. ആ ഒരു ഭയങ്കര നല്ല വൈറ്റ് ആയിട്ടിരുന്ന കളർ ഒരു ക്രീമി വൈറ്റ് കളറായിട്ട് മാറും. അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും അല്ലെ. അതായത് മിൽക്കിന്റെ ആ ഒരു വളരെ സ്ലൈറ്റ്ലി സ്വീറ്റിഷ് ആയിട്ടുള്ള ടേസ്റ്റ് മാറിയിട്ട് സവർ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ മിൽക്കിന്റെ ആ ഒരു മണം മാറിയിട്ട് എന്താണ് ആ ഒരു എന്താണ് നമ്മുടെ ലാക്ടോസ് അല്ലെ ആ ഒരു ബാക്ടീരിയയുടെ ഒക്കെ ആസിഡ് ഫോർമേഷൻ, ലാക്ടിക് ആസിഡിന്റെ ഒക്കെ ഫോർമേഷൻ കാരണം ആ ഒരു സവർ സ്മെല്ലും അല്ലേ ആ ഒരു പെർട്ടിക്കുലർ ഫ്ലേവറും ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പം മൈക്രോബിയൽ ഇത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഇത് കേർഡ് ഫോം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഫുഡ് സ്പോയിൽഡ് ആവുന്ന കേസിൽ എന്താണ് ഇങ്ങനത്തെ മൈക്രോബിയൽ മെറ്റബോളിസം കാരണമുള്ള കെമിക്കൽ പ്രോഡക്ട്സ്, പോളിസാക്രൈഡ്, ഗ്യാസ്, പിഗ്മെന്റ്, ഓഫോഡേഴ്സ്, ഫ്ലേവേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് സ്പോയിലേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്ജക്റ്റീവ് ക്വാളിറ്റിയാണ്. ഓക്കെ, വാട്ട് ഈസ് സ്പോയിൽഡ് ഫോർ വൺ പേഴ്സൺ. ഇപ്പം എന്താണ് ചിലർക്കിപ്പം എന്താണ് കുറച്ച് ചില ഫുഡുകൾ ചിലർക്ക് ഇഷ്ടമായിരിക്കും, നേരെ മറിച്ച് അല്പമെങ്കിലും കേടായ ഫുഡ് ചിലർക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പം ഈ പഴഞ്ചോറെന്ന് പറയുന്ന സാധനം തന്നെ അല്ലേ, അതെന്ന് പറയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി എന്താണ് അത് ഇപ്പോൾ പറയുമ്പോൾ തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന ചോറാണ് എല്ലാവർക്കും. എന്നാലും ഒരു മെജോറിറ്റി ഉള്ള ആളുകൾക്കും ഈ പഴഞ്ചോറെന്ന് പറയുന്ന സാധനം ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലാത്ത കുറേ ആളുകൾ കാണുമായിരിക്കും അല്ലേ. അപ്പം സ്പോയിലേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്ജക്റ്റീവ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് ചില വേറെ ആൾക്ക് ഇഷ്ടപ്പെടാം. ഓക്കെ, ഇനി അടുത്തത് perception of spoilage is subject to a number of influences, particularly social. Like foods acceptable in some cultures are unacceptable in others. അല്ലേ, ഇപ്പം നമ്മൾ ഈ ചൈനീസ് എഗ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ അല്ലേ. ചൈനയിലൊക്കെ എന്താണ് വർഷങ്ങൾ പഴക്കമുള്ള ഇങ്ങനെ ഗ്രീൻ കളറിൽ അല്ലെങ്കിൽ കറുത്ത കളറിലുള്ള എഗ്ഗൊക്കെ അവർ ഭയങ്കര ഒരു നല്ല ഫുഡ് എന്ന രീതിയിലാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഡീക്കേഡ് ആയിട്ടുള്ള അത്രയും ഭയങ്കര ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള എഗ്ഗ് നമുക്ക് ഫുഡായിട്ട് കഴിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ എന്താണ് അത് നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആണ്. പക്ഷേ അത്തരം അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് പോലത്തെ അല്ലെങ്കിൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആ ഭാഗത്തൊക്കെ വരുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഫുഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്കത് കൺസ്യൂം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഇപ്പം നമ്മൾ എന്താ ഈ ജാപ്പനീസ് സുഷി എന്നൊക്കെ പറയുന്ന ഫുഡല്ലേ, അപ്പോൾ അത്രയും അങ്ങനെ റോ ഫോമിലുള്ള ഒരു ഫിഷ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് അപ്പീലിംഗ് ആയിരിക്കത്തില്ല. പക്ഷേ ഇതൊരു കൾച്ചറിന്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും അക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ സ്പോയിൽഡ് ഫുഡ് തന്നെ പല ആളുകൾക്കും അല്ലെങ്കിൽ പല ഏരിയാസിലുള്ളവർക്ക് പല കൾച്ചറിന്റെ ഭാഗമായിട്ട് ചിലർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കും, ചിലർക്ക് ആയിരിക്കില്ല. ഇനി സം പ്രോഡക്ട്സ് സച്ച് ആസ് വെൽ മെച്യൂർഡ് ചീസസ് ആൻഡ് ഗെയിം ബേർഡ്സ് ദാറ്റ് ഹാവ് ബീൻ ഹങ് ഫോർ എക്സ്റ്റെൻഡഡ് പീരീഡ്സ് ആർ എസ്റ്റീംഡ് ബൈ സം പീപ്പിൾ ആൻഡ് ഹൈലി ഒബ്ജക്ഷനബിൾ ടു അതേഴ്സ് അല്ലെ. അതായത് ഈ ചീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ മെച്യൂർ ചെയ്യിക്കും, അതായത് നമ്മുടെ ഈ ബ്ലൂ ചീസ് എന്നൊക്കെ പറയത്തില്ല, അതായത് അതിനകത്തൊക്കെ മൈക്രോബിയൽ ആക്ഷൻ വന്നിട്ടാണ് ആ ഒരു ബ്ലൂ വെയിൻസ് പോലത്തെ കളർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതൊരു ടൈപ്പ് ഓഫ് മെച്യൂർഡ് ചീസാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഗെയിം ബേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹണ്ടിങ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവരുന്ന അങ്ങനത്തെ പക്ഷികളെയൊക്കെ ഇവരിങ്ങനെ എന്താ പറയുക കുറേ സമയം കുറേ നാളുകൾ അതിനിങ്ങനെ ഈ എന്താ പറയുന്ന മറ്റേ തീയുള്ളിടത്തൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ഇതിനെ കൺസ്യൂം ചെയ്യും. അപ്പം അതിനകത്തൊക്കെ കുറച്ച് മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണമുള്ള കുറച്ച് ഫ്ലേവർ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് പേർക്കും ഇഷ്ടപ്പെടും, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ആ ഒരു എന്താണ് സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എ ജനറൽ ഫീച്ചർ ഓഫ് മൈക്രോബിയൽ സ്പോയിലേജ് ഈസ് ഇറ്റ്സ് റിലേറ്റീവ്ലി സഡൻ ഓൺസെറ്റ്. ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ടു ഡെവലപ്പ് ഗ്രാജുവലി. ഓക്കെ, എന്താണ് പെട്ടെന്നാണ് ഒരു സ്പോയിലേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, പതുക്കെ ഇത് കുറേശ്ശെ വേഴ്സായിട്ട് വരുന്നു. ബട്ട് മോർ ഓഫൻ ആസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് അൺപ്ലസന്റ് റെവലേഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ബ്രെഡ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പൂപ്പൽ പിടിക്കും അല്ലേ. ഇപ്പം ചിലപ്പം ഇന്നലെ നോക്കിയപ്പം പോലും പൂപ്പൊന്നും ഇല്ലാത്ത സംഭവമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയി നോക്കുമ്പോഴത്തേക്ക് എന്താണ് പെട്ടെന്ന് പൂപ്പൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പ്രഡിക്ഷൻ ഓർ ഏർലി ഡിറ്റക്ഷൻ ഓഫ് സ്പോയിലേജ് ഈസ് നോട്ട് ഓൾവേസ് ഈസി സിൻസ് ദ മെക്കാനിസം അണ്ടർലൈങ് മൈക്രോബയോളജിക്കൽ സ്പോയിലേജ് ക്യാൻ ബി ക്വൈറ്റ് കോംപ്ലക്സ് അല്ലേ. നമുക്കിപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, 3 ദിവസം എക്സ്പയറി ഉള്ള അല്ലെങ്കിൽ 4 ദിവസം എക്സ്പയറി ഉള്ള ഒരു ബ്രെഡാണ്. ഓക്കെ, നമ്മളത് മേടിച്ചു, നമ്മൾ പറയണോ 4 ദിവസം വരെ കുഴപ്പമൊന്നും വെളിയിൽ ഇരുന്നോളൂ എന്നൊക്കെ പറയാൻ നമ്മൾ ഇരിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ എന്താണ് നമുക്ക് ഈ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മൈക്രോബിയൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്ഥലത്ത് ഗ്രോ ചെയ്യുന്ന സംഭവമാണ് അല്ലേ. ചിലപ്പം നമ്മുടെ കീപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ഈസ്റ്റ് അറ്റാക്ക് വരികയൊക്കെ ചെയ്തിട്ട് ഇതിന്റെ മോൾഡ് ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ട് ആ ഒരു ഫുഡ് എന്ത് ചെയ്യും, സ്പോയിൽഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ കാര്യം നമുക്ക് മൈക്രോബിയൽ ആക്ടിവിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്പോയിലേജ് എത്ര പെട്ടെന്ന് നമുക്ക് നടക്കും എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് തന്നെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ജനറലി ഫാർ ഈസിയർ ടു ഐഡന്റിഫൈ ദ കെമിക്കൽ റെസ്പോൺസിബിൾ ഫോർ എ പെർട്ടിക്കുലർ ഓഫ് ഓർഡർ ദാൻ ടു ഐഡന്റിഫൈ ദ ഓർഗാനിസം റെസ്പോൺസിബിൾ അല്ലേ. അപ്പം ഒരു ഫുഡ് തന്നെ പല രീതിയിൽ കേടായിട്ട് പോകാം. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് ആ ഒരു ഫുഡിന്റെ ഓഫ് ഓർഡർ വെച്ചിട്ട് നമുക്ക് അതിനകത്തുള്ള ആ ഓഫ് ഓർഡറിന് കാരണമായിട്ടുള്ള ഓർഗാനിസം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം നമ്മൾ മറ്റേ ഈ പിങ്ക് കളേർഡ് സ്പോയിലേജ്, ഗ്രീൻ കളേർഡ് സ്പോയിലേജ്, നമ്മൾ പിക്കിളിൻ്റെ ഒക്കെ സ്പോയിലേജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിക്കിൾസിനകത്തൊക്കെ ഈ പിങ്ക് കളറേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, ഗ്രീൻ കളറേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്. ഇതൊക്കെ പല ടൈപ്പ് ഓഫ് മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണമാണ് ഇങ്ങനെ പല ടൈപ്പ് സ്പോയിലേജ് വരുന്നത്. അപ്പം നമുക്ക് അവിടെ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആ ഒരു കളർ ചേഞ്ച് ആണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഓക്കെ ഇതിനകത്ത് ഇന്ന മൈക്രോബിയൽ ആക്ടിവിറ്റി നടന്നതുകൊണ്ടാണ് ഇതിന് ഈ കളർ ഉണ്ടായെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സ്പോയിലേജ് ഓഫ് സീരിയൽസ് ആൻഡ് സീരിയൽ പ്രോഡക്റ്റ്, ഇതാണ് നമ്മുടെ ഈ ഒരു സ്പോയിലേജ് ഓഫ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്മോഡിറ്റി സീരിയൽസ് ആണ്, അല്ലെങ്കിൽ സീരിയൽസിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെ സ്പോയിലേജ് അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഹാർവസ്റ്റഡ് ഗ്രെയിൻസ് ക്യാരി മൈക്രോ ഓർഗാനിസം ഫ്രം ദ ഗ്രോയിങ് എൻവയോൺമെന്റ്. നമുക്കറിയാം ഒരു ഗ്രെയിൻ അവിടെ നമ്മൾ വളർന്ന് അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, വിളവെടുക്കുന്ന സമയത്ത് എന്താണ്, ഇത് വളരുന്ന അറ്റ്മോസ്ഫിയറിൽ തന്നെ ഒരുപാട് മൈക്രോ ഓർഗാനിസം ഉണ്ട് അല്ലേ. നമ്മൾ എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, സോ ചെയ്യുന്നു, റീപ്പ് ചെയ്യുന്നു, അതിനെ വലിയ വലിയ വെഹിക്കിൾസിൽ കളക്ട് ചെയ്തു. അപ്പം ഇതിനെ ഈ കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് അവിടെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരാം. അതുപോലെ തന്നെ ഫ്രഷ്ലി ഹാർവെസ്റ്റഡ് ഗ്രെയിൻസിനകത്ത് എന്താണ് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഓക്കെ, millions of bacteria per gram and varying amounts of mold spore. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബാക്ടീരിയ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മോൾഡ് സ്പോർസ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത് ഈ ഒരു ഈസ്റ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്, ഫംഗസിന്റെ കാറ്റഗറി വരുന്നതാണ്, അതിൻ്റെയൊക്കെ സ്പോർസ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്പോർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, സ്പോർ എന്ന് പറയുമ്പം ആ എക്സാക്ട് ഓർഗാനിസം അല്ല, ഒരു അൺഫേവറബിൾ സിറ്റുവേഷനെ എന്ത് ചെയ്യുന്നു തരണം ചെയ്യാനായിട്ടുള്ള സ്പോർ ഫോമിൽ അതിരിക്കുകയാണ്. എപ്പോഴാണോ കണ്ടീഷൻ ഫേവറബിൾ ആവുന്നത് അപ്പോൾ ഈ സ്പോർസ് എന്ത് ചെയ്യുന്നു ജനറേറ്റ് ചെയ്തിട്ട് ആ ഓർഗാനിസമായിട്ട് മാറും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതിനെയൊക്കെ നശിപ്പിക്കും. അപ്പം കോമൺ ബാക്ടീരിയൽ ഫാമിലീസ് ഇൻക്ലൂഡ് സ്യൂഡോമൊണാഡേസിയെ, മൈക്രോകോക്കേസിയെ, ലാക്ടോബാസിലേസിയെ, ബാസിലേസിയെ. ഈ ACACA എന്ന് പറയുന്നത് എന്താണ്, ആ ഫാമിലിയുടെ പേരാണ് കേട്ടോ. ഈ ഒരു ACEAE എന്ന് പറയുന്നത് ആ ഒരു അതിൻ്റെ ഫാമിലിയുടെ പേരാണ് അല്ലേ. അപ്പോൾ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയ, മൈക്രോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ഇതിൻ്റെ എല്ലാം ഫാമിലീസ് ആയിരിക്കും പ്രധാനമായിട്ടോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മുടെ ഗ്രെയിൻസിനകത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പേരുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. സ്യൂഡോമൊണാഡേസിയ ഉണ്ട്, മൈക്രോകോക്കേസിയ, ലാക്ടോബാസിലേസിയ ഉണ്ട്, ബാസിലേസിയ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് മില്ലിങ്, എസ്പെഷ്യലി ബ്ലീച്ചിങ് റിമൂവ്സ് എനി മൈക്രോ ഓർഗാനിസം. അതായത് ബ്ലീച്ചിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ഒരു ഗ്രെയിൻസിനെ കുറച്ചും കൂടി ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വെളുപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനകത്തുനിന്ന് ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഒരു ഇതാണ് ഗ്രെയിൻ എന്നുണ്ടെങ്കിൽ ഈ ഗ്രെയിനിൻ്റെ പുറത്തൊരു കവറിങ് ഇല്ലേ, ഇങ്ങനെയല്ല, അതിനോട് ചേർന്നൊരു കവറിങ് ഉണ്ട്. ഓക്കെ, ഈ ഒരു കവറിങ്ങിൻ്റെ പുറത്താണ് ഈ ഒരു മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഇരിക്കുന്നത്. ഇത് ആ ഒരു ഗ്രെയിനിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. ഇൻസെക്റ്റ് അല്ല, ഇൻസെക്റ്റ് എന്ന് പറയുമ്പം ഗ്രെയിൻ തുറന്നിട്ട് അല്ലേ, ബോറർ ബീറ്റിൽ എന്നൊക്കെ പറയുന്നത് ഇത് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അല്ലാതെ ഇൻസെക്റ്റ് അല്ലാത്ത മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സൂക്ഷ്മജീവികൾ, അതൊരു എപ്പോഴും അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു ഔട്ടർ കവറിങ്ങിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഗ്രെയിൻസിനെ മില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ടർ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് നമുക്ക് മാക്സിമം മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ പിന്നീട് ഈ പറയുന്ന ഗ്രെയിൻസിനെ പിന്നീട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞൊക്കെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത്, കണ്ടീഷനൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും
പുതിയ കണ്ടാമിനേഷൻ അതിനകത്തോട്ട് വരാം. പക്ഷേ മെജോറിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് മില്ലിങ്ങിൻ്റെ സമയത്ത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വീറ്റ് ഫ്ലോർ ഓഫൻ കണ്ടെയ്ൻ, ഇനി നമ്മുടെ ഗോതമ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, ഗോതമ്പ് പൊടി അല്ലെ. വീറ്റ് ഫ്ലോറിൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക? ബാസിലസ് സ്പോർ ഉണ്ടായിരിക്കും, കോളിഫോം ബാക്ടീരിയ ഉണ്ടായിരിക്കും, അതുപോലെ അക്രോമോ ബാക്ടർ, ഫ്ലേവോ ബാക്ടീരിയം, സാർസിന, മൈക്രോകോക്കസ്, ആൽക്കലി ജീൻസ്, സെറേഷ്യ, ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഗ്രെയിൻസിന്റെ കേസിൽ മിക്കവാറും ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ടുള്ളത്. പിന്നെ സ്പെസിഫിക് ആയിട്ട് ചിലത് വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം വീറ്റിന്റെ ഫ്ലോറിനകത്ത് കോമൺ ആയിട്ട് ബാസിലസ് സ്പോർസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോളിഫോംസ് ഉണ്ട്, പിന്നെ അക്രോമോബാക്ടർ ഉണ്ട്, മൈക്രോകോക്കസ് ഉണ്ട്, ആൽക്കലി ജീനസ് ഉണ്ട്, പിന്നെ സാർസിന ഉണ്ട്, സെറേഷ്യ ഉണ്ട്, ഫ്ലേവോ ബാക്ടീരിയ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് മോൾഡ് സ്പോർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ടീരിയ ആണ്. അപ്പോൾ ബാക്ടീരിയം, വൈറസ്, ഫംഗസ് അല്ലെ, ആൽഗ എന്നൊക്കെ പറഞ്ഞ വേറെ വേറെ കിങ്ഡം ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്ത വരുന്നത് മോൾഡ് സ്പോർ ആണ്, അതായത് ഫംഗസിന്റെ ഏതാണ് വരുന്നത്? ആസ്പെർഗില്ലസ് ഉണ്ട്, പെനിസീലിയം ഉണ്ട്, ഓൾട്ടർനേറിയ, ക്ലാഡോസ്പോറിയ. അപ്പോൾ ഈ പേരുകളൊന്ന് ഓർത്ത് നോക്കുക. ഈ പറയുന്ന ആസ്പെർഗില്ലസ്, പെനിസീലിയം, ഓൾട്ടർനേറിയ, ക്ലാഡോസ്പോറിയ എന്നൊക്കെ പറയുന്ന ഒരു വിധപ്പെട്ട എല്ലാ ഗ്രെയിൻസിലും കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. മെയിൻലി ആസ്പെർഗില്ലസ് ഉണ്ട്, പെനിസീലിയം ഉണ്ട്, ഓൾട്ടർനേറിയ ഉണ്ട്, ക്ലാഡോസ്പോറിയ ഉണ്ട്. ഇതെല്ലാം എന്താണ്? മോൾഡ് സ്പോറുകളാണ്. ഇനി മൈക്രോബിയൽ കൗണ്ട്സ് ഇൻ റീറ്റെയിൽ വീറ്റ് ഫ്ലോർ ആർ ജനറലി ലോ, വൈൽ ഹോൾ വീറ്റ് ആൻഡ് ഗ്രഹാം ഫ്ലോർസ് ഹാവ് ഹയർ കൗണ്ട്സ് ഡ്യൂ ടു റീറ്റെയിനിങ് ദ ഗ്രെയിൻസ് ഔട്ടർ പാർട്ട് ആർ നോട്ട് ബീയിങ് ബ്ലീച്ച്ഡ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ഇപ്പം ഈ നമ്മൾ കുറച്ചായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ ഈ തവിടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പൊടിപ്പിക്കുന്ന വീറ്റ് ഫ്ലോറില്ലേ, അതിനകത്ത് മൈക്രോബിയൽ കൗണ്ട് കുറവാണ്. കാര്യം എന്താണ്? അതിൻ്റെ തവിട് പോയതിനെ കൊണ്ട്. പക്ഷേ ഹോൾ വീറ്റ്, അതുപോലെ തന്നെ ഗ്രഹാം വീറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വീറ്റ് ഫ്ലോർ ആണ്. അതായത് നമ്മുടെ വീറ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫൈൻ പൗഡറി ആയിട്ടുള്ള, ഇതെന്ന് പറയുമ്പോൾ കുറച്ച് തരിതരിപ്പുള്ള ടൈപ്പ് വീറ്റ് ഫ്ലോർ ആണ്. അത് ഈ പറഞ്ഞൊക്കെ ഹോൾ വീറ്റ്, അതായത് ആ ഗ്രെയിൻ ഫുള്ള് അതിൻ്റെ ഹസ്ക് ഒന്ന് റിമൂവ് ചെയ്യാണ്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് ഈ ഗ്രഹാം വീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഹോൾ വീറ്റിന്റെ ഒരു ഫ്ലോർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ കൂടുതൽ ബാക്ടീരിയൽ കണ്ടന്റ് കാണാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല ഔട്ടർ പാർട്സ് ആർ നോട്ട് ബീയിങ് ബ്ലീച്ച്ഡ്. ഇത് ഔട്ടർ പാർട്ടൊന്നും റിമൂവ് ചെയ്തിട്ടില്ല, ബ്ലീച്ചിങ് കഴിയാത്തതുകൊണ്ട് ഇതിനകത്തുള്ള മൈക്രോബിയൽ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇനി കോൺ മീൽ ആൻഡ് ഫ്ലോർ ടിപ്പിക്കലി ഹോൾഡ് ഹൺഡ്രഡ്സ് ടു തൗസൻഡ്സ് ഓഫ് ബാക്ടീരിയ ആൻഡ് മോൾഡ് പെർ ഗ്രാം. കോൺ മീൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ചോളത്തിൽ നിന്നൊക്കെ എടുക്കുന്ന സാധനമാണ്. ഇതും ഒരു സീരിയലാണ്. ഇതിനകത്തും എന്താണ്? ബാക്ടീരിയ, മോൾഡും ഉണ്ടായിരിക്കും. ഫ്യൂസേറിയം, പെനിസിലിയം ബീയിങ് ഡോമിനന്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വീറ്റിന്റെ ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ പെനിസിലിയം ഉണ്ട്, പക്ഷേ ഫ്യൂസേറിയം എന്ന് പറയുന്ന പുതിയൊരു സാധനത്തിന്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മോൾഡ് എന്താണ്? ഫ്യൂസേറിയം, പെനിസിലിയം ഉണ്ട്, ബീയിങ് ഡോമിനന്റ്. ഓക്കെ, കുറേ ബാക്ടീരിയം, മോൾഡും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ടുള്ളത് ഫ്യൂസേറിയം, പെനിസിലിയം ആണ്. മാൾട്ട് ബീയിങ് മോയിസ്റ്റ് ക്യാൻ കണ്ടെയ്ൻ മില്യൺസ് ഓഫ് ബാക്ടീരിയ പെർ ഗ്രാം. ഓക്കെ, മാൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതായത് നമ്മൾ ഈ ബാർലി അല്ലെങ്കിൽ ഈ വീറ്റിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ മറ്റേ മാൾട്ടഡ് വിസ്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് എടുക്കത്തില്ല. അതായത് ഗ്രെയിൻസിനെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ട് മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഡിസ്റ്റിലേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ മുളപ്പിച്ച് അതിനെയാണ് നമ്മൾ ഈ മാൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ്? മോയ്സ്ചർ ഉണ്ട്. അപ്പം മോയ്സ്ചർ ഉള്ളിടത്ത് കുറച്ചും കൂടെ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് എന്താണ്? മറ്റേടത്ത് ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ ആണെങ്കിൽ ഇവിടെ മില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ടായിരിക്കും ഒരു ഗ്രാമിനകത്ത്. ഓക്കെ, ഏതിലാണ്? നമ്മുടെ ഈ മാൾട്ടിന്റെ കാര്യം പറയാണ്. Freshly baked bread is nearly sterile on the surface but becomes contaminated by mold spores from the air during cooling and handling. Slicing and wrapping can introduce more microbes. അല്ലേ? ബ്രെഡ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്? ഒരു സീരിയലിൻ്റെ പ്രോഡക്റ്റ് ആണ് അല്ലേ? അതായത് നമ്മൾ വീറ്റ് ഫ്ലോറോ അല്ലെങ്കിൽ മറ്റ് ഫ്ലോറോ ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് എന്താണ്? അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്ത് വരുന്നതൊക്കെ ഓൾമോസ്റ്റ് സ്റ്റെറൈൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം കംപ്ലീറ്റ്ലി നില്ലായിട്ടുള്ളൊരു ഫുഡായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുന്നു? ഇത് കൊണ്ടുവന്ന് നമ്മൾ കൂൾ ചെയ്യാനായിട്ട് വെക്കുന്നത് എയറിലാണ്. എയറിൽ ഇഷ്ടംപോലെ സ്പോർസും അതുപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇത് കണ്ടാമിനേഷൻ വരാം. അതുപോലെ നമ്മൾ ഈ ബ്രെഡിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഇതിനെ നമ്മൾ സ്ലൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ സ്റ്റെറൈൽ കണ്ടീഷൻസിൽ ചെയ്താൽ പോലും കുറച്ച് എമൗണ്ട് ഓഫ് കണ്ടാമിനേഷൻ ഇതിൽ നിന്ന് വന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ബ്രെഡിനെ സ്പോയിൽഡ് ആക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത്
സം ബാക്ടീരിയൽ സ്പോർ ലൈക്ക് ദോസ് കോസിങ് റോപ്പിനസ് ക്യാൻ സർവൈവ് ബേക്കിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ബേക്കിങ്ങിന്റെ സമയത്ത് ഒരുവിധപ്പെട്ട മൈക്രോ ഓർഗാനിസം ഒക്കെ നശിച്ചു പോയാലും ചില ബാക്ടീരിയ, ഇപ്പം റോപ്പിനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ട്. റോപ്പിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഈ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഉണ്ണിയപ്പമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഉണ്ണിയപ്പമൊക്കെ ചിലപ്പം ഒന്നോ അല്ലെങ്കിൽ പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമെങ്കിൽ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിങ്ങനെ മുറിക്കുമ്പോൾ ഇതിങ്ങനെ നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു വരും. ഈ എന്താ പറയുക, ഈ പരിപ്പുവട പോലത്തെ പല ഫുഡിനകത്തും ഈ പറഞ്ഞൊക്കെ നമ്മളത് 1-2 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളത് എവിടെയെങ്കിലുമൊക്കെ മറന്നു വെച്ചിട്ട് പോകും. പിന്നെ നമ്മൾ വന്ന് എടുത്ത് നോക്കുമ്പം ഇതിങ്ങനെ മുറിക്കുന്ന സമയത്തിനകത്ത് ഇങ്ങനെ നൂല് പോലെ, അതാണ് ആ റോപ്പിനസ് എന്ന് പറയുന്നത്. അപ്പം ഈ എന്താണ് റോപ്പിനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയക്ക് ബേക്കിങ്ങിനെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം ഫുഡിനകത്ത് ഈ ബാക്ടീരിയ നിൽക്കുകയും അത് എന്താണ് പഴകുന്നതനുസരിച്ചിട്ട് ഇത് റോപ്പിനസ് ഡെവലപ്പ് ചെയ്യാനും കാരണമാവും. ഓക്കെ, cakes are similarly prone to contamination. Harvested grains carry microorganisms from the growing environment and external sources like soil and insect. ഓക്കെ, അപ്പം അതിലൊക്കെ തന്നെ ബ്രെഡ് പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ് കേക്ക്. അപ്പോൾ കേക്കിനകത്തും ഈ പറഞ്ഞോണൊക്കെ സ്റ്റെറൈലാണെങ്കിലും ഈ പറഞ്ഞൊക്കെ അതിനകത്ത് കണ്ടാമിനേഷൻ വരാം. അതിലൊക്കെ ഇവിടെ ഹാർവെസ്റ്റഡ് ഗ്രെയിൻസിനകത്ത് എന്താണ് അത് വളരുന്ന എൻവയോൺമെന്റിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസെക്ട് പോലത്തെ അല്ലെങ്കിൽ സോയിലിൽ നിന്നും അതുപോലെ മറ്റ് റെസിഡ്യൂസും ഒക്കെ എന്താണ് അതിൽ നിന്നൊക്കെ ഇതിനകത്ത് കണ്ടാമിനേഷൻ വരാം. അതായത് സ്പോയിലേജിന് കാരണമാവുന്ന കണ്ടാമിനേഷൻ വരാം. ഓക്കെ, ഇനി ഫ്രഷ്ലി ഹാർവെസ്റ്റഡ് ഗ്രെയിൻസ് മേ കണ്ടെയ്ൻ thousands to millions of bacteria per gram and varying amounts of mold spore. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സ്പോയിലേജിന്റെ കാര്യം പറയുകയാണ്. അതായത് എന്താണ് സീരിയൽ ഗ്രെയിൻസ്, മീൽസ്, ഫ്ലോർ, ഇതൊക്കെ എന്താണ് മൈക്രോബിയൽ സ്പോയിലേജ് പെട്ടെന്ന് സംഭവിക്കും. അതായത് ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ, അത് പ്രോപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഈ പറഞ്ഞൊക്കെ മൈക്രോബിയൽ സ്പോയിലേജ് ഉണ്ടാക്കാം. ഓക്കെ, പക്ഷേ എന്താണ് നമ്മുടെ യൂഷ്വലി ഉള്ള ഈ പറഞ്ഞൊക്കെ ഇപ്പൊ മിൽക്ക് പോലത്തെ അല്ലെങ്കിൽ മീറ്റ് പോലത്തെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് പോലത്തെ, വെജിറ്റബിൾസ് പോലത്തെ ഇങ്ങനത്തെ ഫുഡിനെയൊക്കെ അപേക്ഷിച്ച് ഇതിനകത്തുണ്ടാവുന്ന സ്പോയിലേജിന്റെ എമൗണ്ട് കുറവാണ്. കാര്യം എന്താണ്, ഇത് താരതമ്യേന ഒരു ഡ്രൈ ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ് ആണ് അല്ലേ. നമ്മളിത് പ്രോപ്പറായിട്ട് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പം ഈ അരി അല്ലെങ്കിൽ ഗോതമ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി പൊടിപ്പിച്ച് കൊണ്ടുവന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടൊക്കെ ആക്കിയിട്ട് നമ്മളത് ടിന്നിനകത്തൊക്കെ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മോയ്സ്ചർ കണ്ടന്റ് ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ സ്പൂണുകൾ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറുമായിട്ടൊന്നും കോണ്ടാക്ട് വരുന്നില്ലെങ്കിൽ വലിയ ബാക്ടീരിയൽ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് സേഫായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സീരിയൽ ഗ്രെയിൻസ്, മീൽസ്, ഫ്ലവർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഹവർ ഇഫ് മോയ്സ്ചർ ലെവൽ ഡ്രൈസ് അല്ലെ, മോയ്സ്ചർ കൂടുകയാണെങ്കിൽ എന്തായാലും നമുക്കറിയാം മോയ്സ്ചർ എന്ന് പറയുന്നത് മൈക്രോബിയൽ ഗ്രോത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അവിടെ ഓൾറെഡി ആദ്യം എന്ത് വരും, ഇനിഷ്യലി മോൾഡ് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്തല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ ഈ മഴയൊക്കെ ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ടിന്നിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പൊടി ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ടല്ല അടച്ചു വെക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇട്ട് ഒരു സ്പൂണിനകത്ത് ചിലപ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് അംശം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, ഈ പൊടിയുടെ പുറത്തൊരു ബ്ലാക്ക് കളറിൽ ഒരു മോൾഡ് അല്ലെങ്കിൽ ഒരു പൂപ്പൽ പോലത്തെ ഗ്രോ ചെയ്യുക. അതെന്തുകൊണ്ടാണ്, അവിടെ ഒരു മോയ്സ്ചറിന്റെ പ്രസൻസ് വന്നതിനെ കൊണ്ടാണ്. ഓക്കെ, ആൻഡ് വിത്ത് മോർ മോയ്സ്ചർ ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ ആസ് വെൽ. അപ്പോൾ ആദ്യമേ മോൾഡ് ആയിരിക്കും വരുന്നത്, മോയ്സ്ചർ കണ്ടന്റ് കൂടുന്നതനുസരിച്ചിട്ട് അതിനകത്ത് ഈസ്റ്റിന്റെ ഗ്രോത്തും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഗ്രോത്തും ഒക്കെ വീണ്ടും വരും. ഓക്കെ, ഇനി വൈൽ ദീസ് പ്രോഡക്ട്സ് മേ നോട്ട് സ്പോയിൽ ഓൺ ദെയർ ഓൺ, ദെയർ മൈക്രോബിയൽ ലോഡ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ദേ ആർ ഇൻഗ്രീഡിയൻസ് ഇൻ മെനി പ്രോസസ്ഡ് ഫുഡ്. ഓക്കെ, അപ്പം ഈ ഒരു ഫുഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലപ്പോൾ വലിയ ടേസ്റ്റ് വ്യത്യാസം വരും. ചിലപ്പോൾ ഒരുപാട് ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ നോട്ടീസബിളി ഉള്ളൊരു ഗ്രോത്ത് ഒക്കെ ആണെങ്കിൽ മാത്രം ഈ ഒരു മാവിന് ചിലപ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ സ്മെല്ലോ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ നോട്ടീസ് ചെയ്യാത്ത രീതിയിലുള്ള ചെറിയ മൈൽഡായിട്ടുള്ള മോൾഡിന്റെ ഗ്രോത്തോ ഈസ്റ്റിന്റെ ഗ്രോത്തോ ബാക്ടീരിയൽ പ്രസൻസോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരു സ്പോയിലേജ് കംപ്ലീറ്റ്ലി ഒരു സ്പോയിലേജോ ഒന്നും വരത്തില്ല. പക്ഷേ നമ്മൾ ഇത്തരം ഫുഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പല പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പ്രോസസ്ഡ് ഫുഡിലേക്ക് ഇത്തരം മൈക്രോബിയൽ ലോഡ് കൂടുതലായിരിക്കും ഇത്ര ഫുഡിൽ നിന്നും. ഓക്കെ, ദിസ് മേക്സ് ദം ഇമ്പോർട്ടൻറ്റ് ഫ്രം ബോത്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഫുഡ് സ്പോയിലേജ് പെർസ്പെക്റ്റീവ് അല്ലേ. അപ്പൊ ഇത് നമ്മളിപ്പം വലിയൊരു ഫാക്ടറി പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇത്തരം നമ്മൾ കുറച്ചെങ്കിലും കേടായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് നമുക്ക് പ്രോസസ്സ് ചെയ്തതിന് ശേഷം പബ്ലിക്കിലേക്ക് പോകേണ്ടതാണ് അല്ലെ. ഒരുപാട് ആളുകൾ ഇത് കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പം ഇവർക്ക് എന്ത് ചെയ്യാം, ഇത് കാരണം ഹെൽത്ത് ഇഷ്യൂസ് വരാം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇവരുടെ കയ്യിൽ എത്തിയതിനു ശേഷം ഈ ഫുഡ് സ്പോയിലേജ് സംഭവിക്കാം. കാര്യം എന്താണ്, അവിടെ നമ്മൾ യൂസ് ചെയ്ത റോ മെറ്റീരിയലിനകത്ത് ഈ ഒരു ഓൾറെഡി
ഒരു വിസിബിൾ സ്പോയിലേജ് ഇല്ലായിരുന്നെങ്കിൽ പോലും കൺസിഡറബിളി ലാർജ് എമൗണ്ട് ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ മറ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നു, പ്രസൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിന്റെ പറയുകയാണ്. ഫസ്റ്റ് പറയുന്നത് സീരിയൽസ് ആൻഡ് ഗ്രെയിൻസ് ആണ്. ഓക്കെ, അപ്പം സീരിയൽ ഗ്രെയിൻസ് ആൻഡ് മീൽസ് യൂഷ്വലി റീറ്റെയിൻ ദർ നാച്ചുറൽ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് മോൾഡ്, ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ ആൻഡ് ക്യാൻ സപ്പോർട്ട് മൈക്രോബിയൽ ഗ്രോത്ത് ഇഫ് മോയ്സ്ചർ ഈസ് ആഡഡ്. അല്ലേ, നോർമലി ഇവർക്ക് എന്താണ് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. മോയ്സ്ചറും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യാൻ തുടങ്ങും. അല്ലെ, ആ ഒരു സ്പോയിലേജ് ഉണ്ടാവാൻ കാര്യമാവും. Though starch is not easily used by most microbes, grains contain sugars, nitrogen compounds and enzymes that release more nutrients when moistened. അല്ലെ, അതായത് ഈ ഒരു ഗ്രെയിൻസിനകത്ത്, അതായത് നമ്മുടെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെ എന്താണ് യൂസ് ചെയ്യുന്നത് ഈ ഗ്രെയിൻസിനകത്ത് എന്താ പ്രധാനമായിട്ടുള്ളത്? സ്റ്റാർച്ച് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. അല്ലേ, സ്റ്റാർച്ച് മാത്രമാണോ ഉള്ള, മറ്റ് ഷുഗറി ഫോംസിലുള്ള അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഷുഗേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഷുഗേഴ്സ് ആണ് മൈക്രോബ്സിന് എന്തായിട്ട് പോകുന്നത്, ആ ഒരു ഫുഡ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ന്യൂട്രീഷണൽ സോഴ്സ് ആയിട്ട് വരുന്ന ഈ ഷുഗേഴ്സ് ആണ്. അതുപോലെ തന്നെ നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ട്, അതിലൊക്കെ എൻസൈംസ് ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ എന്ത് സംഭവിക്കുന്നു, കുറച്ച് മോയ്സ്ചർ കിട്ടുന്നതോടുകൂടി ഇവരുടെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി സ്ലൈറ്റ് മോയ്സ്ചർ എൻകറേജസ് സർഫസ് മോൾഡ് ഗ്രോത്ത് വൈൽ ഹയർ മോയ്സ്ചർ ലീഡ്സ് ടു ആസിഡ് ഫെർമെന്റേഷൻ ബൈ ലാക്ടിക് ആസിഡ് ആൻഡ് കോളിഫോം ബാക്ടീരിയ ഫോളോഡ് ബൈ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ബൈ ഈസ്റ്റ് ആൻഡ് ഈവൻച്വലി മോൾഡ് ഗ്രോത്ത് ഓൺ ദ സർഫസ്. ഓക്കെ, അപ്പം വളരെ കുറഞ്ഞ എമൗണ്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു മോയ്സ്ചർ അല്ലെങ്കിൽ വളരെ ചെറിയ എമൗണ്ടിലുള്ള മോയ്സ്ചർ ഒക്കെ ആണെങ്കിൽ എന്താണ്, സർഫസിലുള്ള മോൾഡ് ഗ്രോത്ത് മാത്രമാണ് വരുന്നത്. പക്ഷേ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ആസിഡ് ഫെർമെന്റേഷൻ ഉണ്ടാക്കും. ഈ ആസിഡ് ഫെർമെന്റേഷൻ ഉണ്ടാക്കുന്ന എന്താണ്, പ്രധാനമായിട്ടും അസിഡിക് ഫെർമെന്റേഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ് കേട്ടോ, ലാബ് ബാക്ടീരിയ ആണ്. അപ്പം ലാക്ടിക് ആസിഡ് അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയ ഒക്കെ മൂലം അവിടെ ആസിഡ് ഫെർമെന്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കും. ഓക്കെ, ആസിഡ് ഫെർമെന്റേഷൻ നടത്തുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ് മെയിൻ ആയിട്ടും. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്താണ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മാൾട്ടിൽ നിന്ന് നമ്മൾ ബിവറേജ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവിടെ മാൾട്ടിൽ നടക്കുന്ന ഫെർമെന്റേഷൻ എന്താണ്, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ്. അല്ലെ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ഉണ്ടാക്കുന്ന എന്താണ്, ഈസ്റ്റ് സ്പീഷീസ് ആണ്. അല്ലെ, നമ്മളിപ്പോ ഈ ബിയർ പോലത്തെയൊക്കെ ഫുഡിനകത്തൊക്കെ എന്താണ്, അവിടെയൊക്കെ നമ്മുടെ ഈ സക്കാരോമൈസിസ് സെർവിസി എന്നൊക്കെ പറയുന്ന ഈസ്റ്റുകളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യമേ ലാക്ടിക് ആസിഡ് അല്ലെങ്കിൽ ആസിഡ് ഫെർമെന്റേഷൻ നടക്കും, അത് കഴിഞ്ഞിട്ട് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കും. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടത്തുന്നത് ഈസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സർഫസിൽ നമ്മുടെ മോൾഡിന്റെ ഗ്രോത്തും വരും. ഇനി കീ ഫാക്ടേഴ്സ് ഇൻ ദ മോൾഡ് സ്പോയിലേജ് ഓഫ് സ്റ്റോർഡ് ഗ്രെയിൻസ് ഇൻക്ലൂഡ് ഹൈ മൈക്രോബിയൽ കണ്ടന്റ്. അല്ലെ, പ്രധാനമായിട്ട് സ്റ്റോർഡ് ഗ്രെയിൻസിനകത്ത് ഈ മോൾഡിന്റെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാര്യം എന്താണ്, മൈക്രോബിയൽ കണ്ടന്റ് വളരെ കൂടുതലാണ്. മോയ്സ്ചർ ലെവൽസ് അബൌട്ട് 12 to 13%. മോയ്സ്ചറിന്റെ എമൗണ്ടും ഏകദേശം 12 മുതൽ 13% വരെ മോയ്സ്ചർ ഉണ്ടെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ മോൾഡിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് ഫിസിക്കൽ ഡാമേജ് ആൻഡ് ടെമ്പറേച്ചർ. അല്ലെ, നമ്മുടെ ഈ ഗ്രെയിൻസിനൊക്കെ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താണ്, ആ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള പാർട്ട് കുറച്ചും കൂടെ മൈക്രോബിയൽ എക്സ്പോഷറിലേക്ക് വരികയാണ്. അപ്പൊ അതുവഴി മൈക്രോബിയൽ കണ്ടന്റ് കൂടാം. ആൻഡ് ടെമ്പറേച്ചർ ഒരു ഫാക്റ്റ് ആണ്. അല്ലെ, ഈ പറഞ്ഞൊക്കെ വളരെ ലോ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ ടെമ്പറേച്ചർ കൂടി വരുന്നതനുസരിച്ച്, അല്ലെ, ഭയങ്കര ടെമ്പറേച്ചർ അല്ല, ഇപ്പൊ എന്നാലും നമ്മളൊരു 28 to 49 ആ ഒരു 48 ഡിഗ്രി സെൽഷ്യസിനകത്തൊക്കെ എന്താണ് കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള എന്താണ് ഒരു മീസോഫിലിക് ടെമ്പറേച്ചർ ആണ്. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിന് പ്രോപ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ്. ഈ ഒരു ടെമ്പറേച്ചറും കൂടിയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ നമ്മുടെ സ്റ്റോർഡ് ഗ്രെയിൻസിന്റെ സ്പോയിലേജ് സംഭവിക്കും. ഓക്കെ, ഇനി കോമൺ സ്പോയിലേജ് മോൾഡ് ഇൻക്ലൂഡ് ആസ്പെർഗില്ലസ്, പെൻസിലിയം, മ്യൂക്കർ, റൈസോസ്പസ്, ഫ്യൂസേറിയം, മെനി ഓഫ് വിച്ച് പ്രൊഡ്യൂസ് ഹാർംഫുൾ മൈക്രോടോക്സിൻസ് പോസിങ് ഹെൽത്ത് റിസ്ക് ആൻഡ് എക്കണോമിക് ലോസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അല്ലെ, പെൻസിലിയം, മ്യൂക്കർ, റൈസോപ്പസ്, ഫ്യൂസേറിയം, ആസ്പെർഗില്ലസ് ഒക്കെ. ഫ്യൂസേറിയം നമ്മൾ ആ ഒരു കോൺമില്ലിന്റെ കേസിലൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അതായത് ഈ സീരിയൽസിനകത്ത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി സീരിയൽസിൽ നിന്നുള്ള ഓരോ ടൈപ്പ്, അപ്പോൾ ഫ്ലോറിനകത്ത് എന്തൊക്കെ സ്പോയിലേജ് സംഭവിക്കാം, എന്തൊക്കെ മൈക്രോ ഓർഗാനിസം, ഇതിൽ നിന്നുണ്ടാക്കുന്ന ബ്രെഡിനകത്ത് എന്തൊക്കെ സ്പോയിലേജ് സംഭവിക്കാം, ഏതൊക്കെ മൈക്രോ ഓർഗാനിസം, ഇതിൽ നിന്നുണ്ടാക്കുന്ന കേക്കിനകത്ത് ഏതൊക്കെ സ്പോയിലേജ് സംഭവിക്കാം, അങ്ങനെ ഓരോ ടൈപ്പ്. അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, എല്ലാം നമ്മൾ പറയുന്നില്ല, ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രോഡക്ട്സും അതിൻ്റെ സ്പോയിലേജും മൈക്രോ ഓർഗാനിസം ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്ലവറിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്ലീനിങ്, മില്ലിങ് ആൻഡ് സിഫ്റ്റിംഗ്. അല്ലെ, നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് അതിനെ മില്ല് ചെയ്ത് അതിൻ്റെ കവറിങ് ഒക്കെ ചെയ്ത് സിഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മളിങ്ങനെ ഇടഞ്ഞൊക്കെ എടുക്കില്ലേ. സിഫ്റ്റിംഗ് എന്താണ്, റെഡ്യൂസ് മൈക്രോ ഓർഗാനിസം ഇൻ ഗ്രെയിൻസ് ആൻഡ് ഫ്ലോർ,
ബട്ട് ഹോൾ ഗ്രെയിൻ ഫ്ലോർ, അതായത് നമ്മൾ ഈ പറഞ്ഞ തവിടോട് കൂടിയ ധാന്യം, അതെ വളരെ ഹെൽത്തിയാണ്. പക്ഷെ എന്താണ്, ഈ തവിട് എപ്പോഴും എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ്ഡ് ആയതിനെ കൊണ്ട് ഇതിനകത്ത് കൂടുതൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലൈക്ക് ഹോൾ വീറ്റ് ആൻഡ് ബക്ക് വീറ്റ് സ്റ്റിൽ റീറ്റെയിൻ മെനി മൈക്രോബ്സ് ആൻഡ് സ്പോയിൽ സിമിലർലി ടു സീരിയൽ ഗ്രേഡ്സ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, വൈറ്റ് വീറ്റ് ഫ്ലോർ ഈസ് യൂഷ്വലി ബ്ലീച്ച്ഡ് വിത്ത് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ഈ ആട്ട എന്ന് പറയുന്നത് എന്താണ്, അതൊരു കംപ്ലീറ്റ്ലി ഒരു വീറ്റ് ഫ്ലോർ അല്ല, പകരം എന്താണ്, അത് കുറച്ച് പാർഷ്യലി ബ്ലീച്ച്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അതാണ് ആട്ട. അപ്പം നമ്മൾ പറയുക അതിനകത്ത് മൈദ കൂടി മിക്സ്ഡ് ആണെന്ന് പറയും. അത് മൈദ കൂടി മിക്സ്ഡ് അല്ല, അത് കുറച്ച് ബ്ലീച്ചിങ് നടന്നിട്ടുള്ള ഫ്ലോർ ആയതിനെ കൊണ്ടാണ്. ഓക്കെ, അപ്പം വൈറ്റ് വീറ്റ് ഫ്ലോർ ഈസ് യൂഷ്വലി ബ്ലീച്ച്ഡ് വിത്ത് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്. കാര്യം എന്താണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ചിലരെങ്കിലും എന്താണ് കടകളിൽ നിന്നൊക്കെ ഗോതമ്പ് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കിയിട്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കുറച്ചൊരു ഹാർഡായിരിക്കും, അത്ര സോഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. പിന്നെ കഴിക്കുമ്പോഴും നമുക്കൊരു ഗ്രെയിനി എന്താ പറയുക, നമുക്കൊരു ഗ്രെയിൻസ് ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഈ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ആട്ട എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, നല്ല വൈറ്റ് കളറിലായിരിക്കും. മറ്റേത് കുറച്ചൊരു ഡാർക്ക് കളറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഓക്സിഡൈസ് ഒക്കെ ചെയ്യുന്നത്, കളർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യുന്ന ഏജൻസ് ആണ് ഈ നൈട്രജൻ ഓക്സൈഡ്സ്, ക്ലോറിൻ അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ്. നമ്മൾ മറ്റേ മൈദയുടെ ഒക്കെ എന്താണ് നമ്മൾ അലോക്സാൻ എന്നൊക്കെ പറയുന്ന സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ബ്ലീച്ച് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനത്തെ സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ബ്ലീച്ച് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, ലോവേഴ്സ് മൈക്രോബിയൽ കണ്ടന്റ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോബിയൽ കണ്ടന്റ് കുറയും, അതുകൊണ്ട് തന്നെ സ്പോയിലേജ് കുറയും എന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പം ഈ ഒരു ഹോൾ വീറ്റ് ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻ വീറ്റിൻ്റെ ഒരു പൗഡറും നമ്മളിങ്ങനെ ഒരു ബ്ലീച്ച്ഡ് വീറ്റിൻ്റെ ഒരു പൗഡറും നമ്മൾ ഒരുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, ഒരുപാട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കേടാവാൻ സാധ്യത ഏതായിരിക്കും, ഹോൾ ഗ്രെയിൻ വീറ്റ് ആയിരിക്കും. കാര്യം അതിനകത്ത് മൈക്രോബിയൽ കണ്ടന്റ് കൂടുതലായതിനെ കൊണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോർ വിത്ത് മോയ്സ്ചർ ബിലോ 13% പ്രിവെൻറ്റ്സ് മൈക്രോബിയൽ ഗ്രോത്ത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു 12 to 13% ഒക്കെ വേണം ആ ഒരു മോയ്സ്ചർ പ്രസൻറ്റ്. ആൻഡ് അറ്റ് 15% മോൾഡ് ഗ്രോത്ത് ഈസ് പോസിബിൾ ആൻഡ് അറ്റ് ഓവർ 17 ബോത്ത് മോൾഡ് ആൻഡ് ബാക്ടീരിയ ക്യാൻ ഗ്രോ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ബാക്ടീരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ലോവർ ടെമ്പറേച്ചറിൽ അത്ര വളരത്തില്ല, അവരൊക്കെ ഒരു മീസോഫിലിക് ഒരു 23 to അതിന് നിയർലി ഉള്ള ഒരു. അപ്പം എല്ലാ ബാക്ടീരിയയുടെയും ടെമ്പറേച്ചർ അല്ല ഈ പറയുന്ന ഒരു ടെമ്പറേച്ചർ അല്ലേ. പല ബാക്ടീരിയക്കും ഈ പറഞ്ഞൊക്കെ ഈ അറ്റത്തും ഒരു ലോവർ വേരിയേഷൻ ഉണ്ടാവാം, മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു ഹയർ വേരിയേഷൻസ് വരാം. അപ്പം ഒരു 15% മുകളിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അവിടെ എന്ത് പോസിബിൾ ആണ്, മോൾഡിന്റെ ഗ്രോത്ത് പോസിബിൾ ആണ്. ഇനി ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് 17% മുകളിലാണെങ്കിൽ എന്താണ്, ബാക്ടീരിയൽ കണ്ടന്റും ബാക്ടീരിയയുടെ ഗ്രോത്തും പോസിബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറയുന്നത് ഒരു ചെറിയ തെറ്റ് പറ്റി, ഞാൻ ബാക്ടീരിയയുടെ കേസ് പറഞ്ഞ ടെമ്പറേച്ചറാണ്. ഓക്കെ, ടെമ്പറേച്ചറാണ് ഈ പറഞ്ഞ 2 എക്സ്റ്റെൻറ്റും വരാമെന്ന് പറഞ്ഞു. ഇവിടെ മോയ്സ്ചർ കണ്ടന്റ് ഇത്രയെങ്കിലും ഉണ്ടെങ്കിലാണ് എന്ത് ബാക്ടീരിയയുടെ ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ, ഇനി സ്ലൈറ്റ് മോയ്സ്ചറിങ് ഓഫ് വീറ്റ് ഫ്ലോർ ക്യാൻ ലീഡ് ടു മോൾഡ് സ്പോയിലേജ്. ചെറുതായിട്ടെങ്കിലും ഒരു നനവ് വരികയാണെങ്കിൽ അല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ എപ്പോഴും പറയും ഈ നനഞ്ഞ സ്പൂൺ ഇട്ടെടുക്കല്ലേ, അല്ലെ ഇപ്പം നമ്മൾ അച്ചാറാണെങ്കിലും പിക്കിളൊക്കെ ആണെങ്കിലും ജാമൊക്കെ ആണെങ്കിലും എന്തെടുക്കുമ്പോൾ പറയും നനവുള്ള സ്പൂൺ യൂസ് ചെയ്യരുത് എന്ന് പറയാം. അതിൻ്റെ കാരണം എന്താണ്, കാര്യം നനവെന്ന് പറയുമ്പോഴത്തേക്ക് അത് മൈക്രോബിയൽ ഗ്രോത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും അല്ലെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്പോയിലേജ് ഓക്കെ ക്യാൻ ലീഡ് ടു മോൾഡ് സ്പോയിലേജ് ഡ്യൂ ടു വേരിയിങ് മൈക്രോബിയൽ ലോഡ്. സ്പോയിലേജ് പാറ്റേൺസ് ഇൻ ഫ്ലോർ പേസ്റ്റ് ആർ അൺപ്രഡിക്റ്റബിൾ അല്ലേ. അപ്പം മൈക്രോബിയൽ ലോഡ് ഈ പറഞ്ഞൊക്കെ ഓരോ ഫ്ലോറിനകത്തും പല രീതിയിലായിരിക്കും, അതുകൊണ്ട് എന്ത് ടൈപ്പ് സ്പോയിലേജ് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്തത് ടിപ്പിക്കലി ആസിഡ് ഫോമിംഗ് ബാക്ടീരിയ സ്റ്റാർട്ട് ഫെർമെന്റേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു മോയ്സ്ചർ കണ്ടന്റ് വരുന്ന സമയത്ത് ആദ്യമേ അവിടെ ഉണ്ടാവുന്ന ഒരു ഇതെന്ന് പറയുന്നത് ആസിഡ് ഫോമിങ്, അതായത് നമ്മുടെ ലാക്ടിക് ആസിഡ് അല്ലെ ലാക്ടോബാസിലസ് പോലത്തെ ലാക്ടിക് ആസിഡ് ഫോം ബാക്ടീരിയ വന്നിട്ട് ഫെർമെന്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആൽക്കോളിക് ഫെർമെന്റേഷൻ വരും അല്ലെ. ആൽക്കോളിക് ഫെർമെന്റേഷൻ ആരുണ്ടാക്കുന്നതാണ്, ഈസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഏത് നമ്മുടെ അസറ്റോബാക്ടർ പ്രൊഡ്യൂസിങ് അസറ്റിക് ബാക്ടീരിയ, അസറ്റിക് ആസിഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യമേ നമ്മുടെ ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ പ്രധാനമായിട്ട് ലാക്ടിക് ആസിഡ് ആ ഒരു ഫെർമെന്റേഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ ആൽക്കോളിക് ഫെർമെന്റേഷൻ വരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അസറ്റിക് ആസിഡ് ഉണ്ടാക്കുന്ന അല്ല ആ ടൈപ്പ് ഫെർമെന്റേഷൻ അതുണ്ടാക്കുന്ന ഓർഗാനിസമാണ് ഏത്, അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻ ഓൾഡർ ഫ്ലോർ വെർ കീ മൈക്രോസ് മേ ഹാവ് ഡിക്ലൈൻ മൈക്രോകോക്കസ് ഓർ ബാസിലസ് സ്പീഷീസ് മേ ഡോമിനേറ്റ് പ്രൊഡ്യൂസിങ് ആസിഡ്, ഗ്യാസ്, ആൽക്കോഹോൾ ആൻഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് അല്ലേ. അതായത് ഓൾഡർ ഫ്ലോറിനകത്ത് എന്താണ്, മറ്റ് മൈക്രോബ്സ് ഒക്കെ പോയാലും ഏതൊക്കെ ഉണ്ടായിരിക്കും,
മൈക്രോകോക്കസ് അല്ലെങ്കിൽ ബാസിലസ് പോലത്തെ സ്പീഷീസ് ഉണ്ടായിരിക്കും. ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഗ്യാസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആൽക്കഹോളിക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആസിഡ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റ് അരോമാറ്റിക് ആയിട്ടുള്ള അല്ലെ മറ്റ് സ്മെല്ലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കാം. ഇനി ഫ്ലോർ പേസ്റ്റ് ക്യാൻ ഡെവലപ്പ് എ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് എസ്റ്റേഴ്സ് അല്ലെ. നമ്മൾ ഇത്തരം ഫ്ലോർ വെച്ചിട്ട് ഫ്ലോറിന്റെ പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോ പോലത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ഈ പറഞ്ഞൊരു ഓർഡർ ഓഫ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എസ്റ്റേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് മൈക്രോവേൽ ആക്ടിവിറ്റി ഇൻ ഡോ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഫ്ലോർ ആണ് അല്ലേ, നമ്മുടെ ആ ഒരു ധാന്യത്തിന്റെ പൊടിയിലുണ്ടാവുന്ന മൈക്രോവേൽ ആക്ടിവിറ്റി. ഇനി രണ്ടാമത് പറയുന്നത് ഇത് നമ്മൾ കുഴച്ചിട്ട് നമ്മൾ ഡോ ആക്കുമല്ലോ അല്ലെങ്കിൽ മാവാക്കുമല്ലോ, ആ ഒരു മാവിനകത്തുള്ള മൈക്രോവേൽ ആക്ടിവിറ്റി ആണ് പറയുന്നത്. ഓക്കെ, അപ്പം സം മൈക്രോവേൽ ഫെർമെന്റേഷൻസ് ആർ ഡിസൈറബിൾ ഇൻ ബ്രെഡ് മേക്കിംഗ്. ഇപ്പം നമ്മൾ ബ്രെഡ് ബേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഡോനറ്റ് പോലത്തെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ മാവ് ആ ഒരു ഡോ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഈസ്റ്റ് പോലത്തത് ചേർക്കുന്നുണ്ട്. ഓക്കെ, ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പം ഈ ഈസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് ഗ്രോ ചെയ്ത് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ലിബറേറ്റ് ചെയ്ത് ആ ഒരു എന്ത് ചെയ്യുന്നു, ഡോനെ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും, അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്നും കൂടി ഇമ്പ്രൂവ്. അപ്പം അതൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് അല്ലേ. അപ്പം എന്താണ്, ഒരു ഡിസൈറബിൾ ക്വാളിറ്റിയാണ് ആ ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റി. ഓക്കെ, പക്ഷേ ആക്ടിവിറ്റി ഒരുപാട് കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും, അതായത് ഈ പറഞ്ഞൊക്കെ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയയുടെ ഒക്കെ വന്നിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഭയങ്കര പുളിപ്പുള്ള ആ ഒരു ഡോ ഉണ്ടാക്കും. മാത്രമല്ല ഭയങ്കര ഒട്ടിപ്പിടിക്കുന്ന ടെക്സ്ചർ ആയിരിക്കും അല്ലേ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് നമ്മൾ എത്ര സമയം വെക്കും, ചിലപ്പോൾ ഒരു 20 മിനിറ്റ് വല്ലതും വെക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പം കുഴച്ച് വെച്ചതിൻ്റെ ഒരു മാവ് കുറച്ച് എടുത്ത് വെച്ച് അല്ലെങ്കിൽ നമ്മൾ പിന്നീട് എപ്പോഴും ഉണ്ടാക്കാനായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഈ പറയുമ്പോഴത്തേക്ക് അത് വരുമ്പോഴത്തേക്ക് അത് കുറച്ച് പ്രത്യേകിച്ച് ചൂടുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുഴച്ച സമയത്ത് കുറച്ചൊരു വെള്ളം കൂടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് പിന്നീട് നോക്കുമ്പോഴത്തേക്ക് കുറച്ചിങ്ങനെ ഒരു എന്താണ് ഒട്ടുന്ന പോലെ സ്റ്റിക്കി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ അതിനൊരു പുളിപ്പ് ടേസ്റ്റും വരും. അത് എന്തുകൊണ്ടാണ്, അത് ഈ പറഞ്ഞ കണക്ക് ആക്ടിവിറ്റി, അതായത് ആക്ടിവിറ്റി ഓഫ് ലാക്റ്റിക് ആൻഡ് കോളിഫോം ബാക്ടീരിയ ഒക്കെ വന്നിട്ട് അവിടെ ആസിഡ് പ്രൊഡക്ഷൻ ഒക്കെ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ മേ ഹാം ഡോ സ്ട്രക്ചർ ബൈ ബ്രേക്കിംഗ് ഡൗൺ ഗ്ലൂട്ടൻ. അപ്പോൾ ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് എന്താണ്, അത് പ്രധാനമായിട്ട് നമ്മുടെ വീറ്റിനകത്തൊക്കെ ഉള്ള അല്ലേ, നമ്മൾ ഗ്ലൂട്ടൻ ഇൻസെൻസിറ്റിവിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഗ്ലൂട്ടൻ നമ്മുടെ വീറ്റിനകത്തുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ ബാക്ടീരിയാസ് വന്നിട്ട് പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി കാണിക്കും, അതായത് ഈ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഇവിടെ വീറ്റിനകത്തുള്ള പ്രോട്ടീൻ എന്താണ്, അത് ഗ്ലൂട്ടൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്ലൂട്ടൻ, അതായത് ഗ്ലൂട്ടനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വെച്ചാൽ പ്രോട്ടീൻസിന്റെ ആ ഒരു സ്ട്രക്ചറിനകത്ത് വ്യത്യാസം വരും. അതായത് അത് മൊത്തത്തിൽ ആ ഒരു ഡോയിന്റെ സ്ട്രക്ചർ അല്ലെ, അതിന്റെ ഒരു ടെക്സ്ചറിനെ അത് ബാധിക്കും. ഓക്കെ, ഇനി അൺഡിസൈറബിൾ ഫ്ലേവേഴ്സ് ആൻഡ് സ്പോയിലേജ് മേ ഡെവലപ്പ് ഇഫ് മൈക്രോബിയൽ ഗ്രോത്ത് ഈസ് അൺകൺട്രോൾഡ് അല്ലെ. അപ്പോൾ ഇനിഷ്യലി ചെറിയ ചേഞ്ചസ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഇത് അൺകൺട്രോൾഡ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വളരെ അൺഡിസൈറബിൾ ആയിട്ടുള്ള നമുക്ക് ഒട്ടും അപ്പീലിംഗ് അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്ലേവേഴ്സും സ്പോയിലേജും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തത് ടൈപ്സ് ഓഫ് ബ്രെഡ് സ്പോയിലേജ് ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ബ്രെഡ് സ്പോയിലേജിനകത്ത് കുറേ ടൈപ്സ് ഓഫ് സ്പോയിലേജ് വരുന്നുണ്ട്. ഇപ്പോൾ മോൾഡിൻ്റെ സ്പോയിലേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രെഡിനകത്ത് റോപ്പിനെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് സ്പോയിലേജ് ഒക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതിന് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്ന ബ്രെഡിൻ്റെ സ്പോയിലേജ് ടൈപ്പാണ് മോൾഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അപ്പം പേരിൽ തന്നെ എന്താണ് ഈ ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഉണ്ടാക്കുന്നത് ആര് വന്നിട്ടാണ്, മോൾഡുകൾ വന്നിട്ടാണ് അല്ലേ. മോൾഡ് നമ്മൾ പൂപ്പൽ എന്നൊക്കെ പറയത്തില്ലേ, പൂപ്പൽ എന്നൊക്കെ പറയുന്ന ഈ മോൾഡുകൾ വന്നിട്ടാണ്. അപ്പോൾ ബേക്കിംഗ് ടെമ്പറേച്ചർ കിൽ മോൾഡ് സ്പോർ, സോ കണ്ടാമിനേഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ ബേക്കിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റെറൈലായിട്ടുള്ള അല്ലെങ്കിൽ ബേക്ക് ചെയ്ത ഉടനെ ആ ഒരു ബ്രെഡ് എങ്ങനെയായിരിക്കും, സ്റ്റെറൈലായിരിക്കും. കാര്യം മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഓൾമോസ്റ്റ് അതിനകത്ത് ഇല്ലാണ്ട് നില്ലായിട്ടുള്ള സ്റ്റെറൈലായിട്ടുള്ള ബ്രെഡ് ആയിരിക്കും. പക്ഷെ റോപ്പിനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് സ്റ്റെറൈലായിരിക്കും. പിന്നീട് ഇത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടാമിനേഷൻ വന്നിട്ടാണ് വീണ്ടും ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, ഈ മോൾഡിന്റെ സ്പോർസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, കോമൺ സ്പോയിലേജ് മോൾഡ് ആണ്, ഓർത്തു വെക്കുക. ഇത് ബ്രെഡിന്റെ ആണ് ടിപ്പിക്കലി. നമ്മൾ ഓൾറെഡി ആദ്യമേ സീരിയൽസിന്റെ കേസിൽ കുറേ എണ്ണം ജനറലി പറഞ്ഞു. ഇത് ബ്രെഡിന്റെ കേസിലുള്ള മോൾഡ് സ്പോയിലേജിന് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് പറയുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, റൈസോപ്പസ് സ്റ്റോളോണിഫർ. ഓക്കെ, അടുത്തത് പെൻസീലിയം, ആസ്പെർഗില്ലസ് നൈഗർ, ന്യൂറോസ്പോറ സിറ്റോഫില, മ്യൂക്കർ, ജിയോട്രിക്കം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ റൈസോപ്പസ്, പെനിസിലിയം, ആസ്പെർഗില്ലസ് ഇതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാത്തിനകത്ത്, മ്യൂക്കർ ഇതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാത്തിനകത്ത് കോമൺ ആയിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു
സബ് എന്താണെന്നുള്ളതുകൂടെ നോക്കുക. ഓക്കെ, അപ്പം റൈസോപ്പസ് സ്റ്റോളോണിഫർ ഉണ്ട്, പെൻസീലിയം, ആസ്പെർഗില്ലസ് നൈഗർ, ന്യൂറോസ്പോറ സെറ്റോഫില, മ്യൂക്കർ, ജിയോട്രിക്. ഇത് ഒറ്റ പേടാണ് കേട്ടോ, ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു. ന്യൂറോസ്പോറ, സിറ്റോഫില. അപ്പം ഇത്രയുമാണ് കോമൺ ആയിട്ട് ബാക്ടീരിയയിൽ സ്പോയിലേജ് ഉണ്ടാക്കുന്ന മോൾഡുകൾ. റൈസോപ്പസ് സ്റ്റോളോണിഫർ ഉണ്ട്, ആസ്പെർഗില്ലസ് നൈഗർ ഉണ്ട്, പിന്നെ ന്യൂറോസ്പോറ സിറ്റോഫില ഉണ്ട്, ജിയോട്രിക് ഉണ്ട്, മ്യൂക്കർ ഉണ്ട്, പിന്നെ പെൻസീലിയം ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. എന്തുകൊണ്ട് ഈ ഒരു മോൾഡ് സ്പോയിലേജ് ഉണ്ടാകുന്നു? പ്രധാനപ്പെട്ട എന്താണ് മോൾഡ് വരുന്നതിൻ്റെ കാര്യം? വാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹ്യൂമിഡിറ്റി കാരണമാണ്, മോയ്സ്ചർ കണ്ടന്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ വാം ഓർ ഹ്യൂമിഡ് സ്റ്റോറേജ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇനി ഈ ഒരു ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ മഴയൊക്കെ ഒന്ന് മാറുവാണെങ്കിൽ ഭയങ്കര ചൂടും ഈർപ്പമുള്ള അറ്റ്മോസ്ഫിയർ. അപ്പം ഈ ചൂടും ഈർപ്പമുള്ള അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മോൾഡിൻ്റെ ഒരു ഗ്രോത്തിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വാം ആൻഡ് ഹ്യൂമിഡ് സ്റ്റോറേജ്, പുവർ കൂളിംഗ് അല്ലെ, പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ, സ്ലൈസിങ് പ്രോപ്പറായിട്ടല്ലെന്നുണ്ടെങ്കിൽ, പിന്നെ അതിലൊക്കെ തന്നെ നമ്മളത് വളരെ വാമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനെ നമ്മൾ റാപ്പ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ് എന്നുള്ള കേസിലൊക്കെ എന്ത് സംഭവിക്കാം? ഈ പറയണൊക്കെ മോൾഡ് സ്പോയിലേജ് വരാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ മോൾഡ് സ്പോയിലേജിനെ പ്രിവെന്റ് ചെയ്യാം അല്ലേ. നമ്മൾ സ്പോയിലേജ് ഓഫ് കമ്മോഡിറ്റീസ് പറയുന്ന സമയത്ത് എങ്ങനെ സ്പോയിലേജ് ഉണ്ടാകാം, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, ഓർഗാനിസം എന്താണ്, അതുപോലെ ഈ സ്പോയിലേജിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുകൂടി പറയണം അല്ലേ. അപ്പം പ്രിവെൻഷൻ മെത്തേഡ്സ് ഇൻക്ലൂഡ് എന്താണ്? ക്ലീൻ എൻവയോൺമെന്റ്സ് ആൻഡ് ഫിൽറ്റേർഡ് UV ട്രീറ്റഡ് എയർ അല്ലേ. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞൊക്കെ ബേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഓൾമോസ്റ്റ് സ്റ്റെറൈലായിട്ടുള്ളതാണ്. പിന്നീട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ എയറിൽ നിന്നൊക്കെ കൂളിങ്ങിൻ്റെ സമയത്താണ് ഈ പറഞ്ഞൊക്കെ മോൾഡ് വരുന്നതെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? വളരെ ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം, ഫിൽറ്റേർഡ് അല്ലെങ്കിൽ UV ട്രീറ്റഡ് ആയിട്ടുള്ള എയർ ആയിരിക്കണം അല്ലേ. അതുപോലെ കൂളിംഗ് ബ്രെഡ് പ്രോപ്പർലി ബിഫോർ റാപ്പ്. ഇതിനിങ്ങനെ വാംതായിട്ടിരിക്കുമ്പം തന്നെ റാപ്പ് ചെയ്യരുത്. കാര്യം എന്താണ്? വാംതായിട്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തു നിന്നുള്ള ആ ഒരു മോയ്സ്ചർ പിന്നീട് ആ ഒരു റാപ്പൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഹ്യൂമിഡിറ്റി ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അത് പ്രോപ്പറായിട്ട് ആ ചൂടൊക്കെ പുറത്തേക്ക് പോയി കൂൾ ചെയ്തതിന് ശേഷം മാത്രമേ റാപ്പ് ചെയ്യാവുള്ളൂ. UV ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോഫ്സ് ആൻഡ് നൈഫ്സ് അല്ലേ. അതായത് നമ്മുടെ ആ ലോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കുന്ന ആ ഒരു ബോക്സ് ഇല്ലേ, ആ ഒരു കണ്ടെയ്നർ അല്ലേ, അങ്ങനത്തെ കണ്ടെയ്നർ, അതിലൊക്കെ നമ്മളത് കട്ട് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു? ലോഫ് എന്ന് പറയുന്ന ആ ഒരു ബ്രെഡിൻ്റെ ഒരു ലോഫ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ കട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നൈഫ്, ഇതിന് മുറിക്കാൻ ഉപയോഗിക്കുന്ന നൈഫുകൾ, ഇതൊക്കെ നമ്മൾ പ്രോപ്പർലി UV ട്രീറ്റഡ് ആയിരിക്കണം. ഇനി ഇലക്ട്രോണിക് ഹീറ്റിംഗ് ഓഫ് ദ സർഫസ് ഒക്കെ പ്രോപ്പറായിട്ട് ഇലക്ട്രോണിക് ഹീറ്റിംഗ് കൊടുക്കുക. കോൾഡ് ഓർ ഫ്രോസൺ സ്റ്റോറേജ്, ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഫ്രോസൺ സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു വാമത്തിൽ നിന്നൊക്കെ വിട്ടിട്ട്, ഹ്യൂമിഡായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ വിട്ടിട്ട് കോൾഡ് അല്ലെങ്കിൽ ഫ്രോസൺ സ്റ്റോറേജ് ഓപ്റ്റ് ചെയ്യുക. യൂസ് ഓഫ് പ്രിസർവേറ്റീവ്സ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ ഫുഡ് പ്രിസർവേഷനകത്ത് പ്രിസർവേറ്റീവ്സ് അല്ലേ, നമ്മുടെ ഈ ബ്രെഡിനകത്തൊക്കെ സോർബിക് ആസിഡ്, പ്രൊപ്യോണിക് ആസിഡ് ഒക്കെ റോപ്പനസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടൊക്കെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പം നമുക്ക് അത്തരം പ്രിസർവേറ്റീവ്സ് ലൈക്ക് കാൽഷ്യം അല്ലെങ്കിൽ സോഡിയം പ്രൊപ്യോണേറ്റ്, സോർബിക് ആസിഡ്, കാൽഷ്യം ഡൈ അസറ്റേറ്റ് ഒക്കെ നമുക്ക് പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. മോൾഡിൻ്റെ പ്രിസർവേഷൻ അല്ലെങ്കിൽ പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ആണ് കാൽഷ്യം ഓർ സോഡിയം പ്രൊപ്യോണേറ്റ്. കാൽഷ്യം പ്രൊപ്യോണേറ്റ് ആകാം, സോഡിയം പ്രൊപ്യോണേറ്റ് ആകാം, അല്ലെങ്കിൽ സോർബിക് ആസിഡ്, സോഡിയം ഡൈ അസറ്റേറ്റ്, ഇതൊക്കെ നമുക്ക് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത് ടൈപ്പ് ഓഫ് സ്പോയിലേജ് ആണ് റോപ്പ് സ്പോയിലേജ്. അപ്പം നമ്മൾ മോൾഡ് സ്പോയിലേജ് കണ്ടു. മോൾഡ് സ്പോയിലേജ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു, കാരണമുള്ള മൈക്രോ ഓർഗാനിസം കണ്ടു, പ്രിവെൻഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് റോപ്പ് സ്പോയിലേജ് ആണ്. റോപ്പ് സ്പോയിലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബാസിലസ് സബ്റ്റിലിസ് ഓർ ബാസിലസ് ലിച്ചനിഫോമിസ്. അപ്പം നിങ്ങൾ ആ ഒരു പേര് വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ കേട്ടോ. സബ്റ്റിലിസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ച് നീട്ടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പേര് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല. അപ്പം അങ്ങനത്തെ അല്ലേ, കോസ്റ്റ് ബൈ ബാസിലസ് സബ്റ്റിലിസ് ഓർ ബാസിലസ് ലിച്ചനിഫോമിസ് അല്ലെ. ലിച്ചനിഫോംസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിച്ചു നീട്ടിയ പേരല്ലേ. അപ്പോൾ റോപ്പ് സ്പോയിലേജിന് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ, ആൻഡ് ദീസ് ബാക്ടീരിയ സർവൈവ് ബേക്കിംഗ് ആൻഡ് ഗ്രോ ഇഫ് കണ്ടീഷൻസ് ആർ ഫേവറബിൾ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ മോൾഡൊക്കെ ചത്തുപോയാലും, ബ്രേക്കിങ്ങിന്റെ സമയത്ത് ചത്തുപോയാലും ബേക്കിങ്ങിനെ സർവൈവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസമാണ് ഈ ബാസിലസ് സബ്റ്റിലിസ് അല്ലെങ്കിൽ ലിച്ചനിഫോംസ് എന്നൊക്കെ പറയുന്നത്. ഇവർക്ക് ബേക്കിങ്ങിന്റെ ടെമ്പറേച്ചർ ഒന്നും ഒരു പ്രശ്നമല്ല. അവരതൊക്കെ സർവൈവ് ചെയ്ത് പുറത്ത് വന്നിട്ട് കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോഴത്തേക്ക് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സ്പോയിലേജിന്റെ സൈൻസ് എന്തൊക്കെയാണ്? അതായത് റോപ്പ് സ്പോയിലേജ് നടന്നിട്ടുണ്ട് എന്നറിയുന്നത് എങ്ങനെയൊക്കെയാണ്? സ്റ്റിക്കി, സ്ട്രിഞ്ചി, ക്രംബ് വിത്ത് എ ബ്രൗണിഷ് കളർ. എങ്ങനെയാണ്? ഭയങ്കര ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് നമ്മളങ്ങനെ റോപ്പ് സ്പോയിലേജ്
റോപ്പ് സ്പോയിലേജ് ഓഫ് ബ്രെഡ് എങ്ങനെ കാണാൻ നമുക്ക് കൂടുതൽ മോൾഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റിക്കി സ്ട്രിഞ്ചി ക്രംബ് വിത്ത് ബ്രൗണിഷ് കളർ ആൻഡ് അൺപ്ലസൻറ്റ് ഓർഡർ ലൈക്ക് റോട്ടൺ മെലൻസ്. ഓക്കെ, ഇപ്പം മെലൻസ് എന്നൊക്കെ പറയുന്ന ഫ്രൂട്ട്, ആ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ചീയുന്ന പോലത്തെ ഒരു സ്മെല്ലായിരിക്കും, ഭയങ്കര അൺപ്ലസൻ്റ് ആയിട്ട് ഓർഡർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒക്കെ ഡീക്ക് ആകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്ക് ഈ ക്യാബേജ് പോലത്തെയൊക്കെ റോട്ടൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്മെല്ല് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം ഇത് മെലൻസ് റോട്ടൺ ചെയ്ത പോലത്തെ ഒരു സ്മെല്ലായിരിക്കും. അവരൊക്കെ ഭയങ്കര സ്റ്റിക്കി സ്ട്രിങ്കി ക്രംബായിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ ഒട്ടുന്ന, ഇങ്ങനെ വലിയുന്ന പോലത്തെ അങ്ങനത്തെ ക്രംസ് ആയിരിക്കും. ഒരു ബ്രൗണിഷ് കളറും ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്, റോപ്പി സ്പോയിലേജിൻ്റെ. ഓക്കെ, റോപ്പ് ഫോർമേഷൻ ഈസ് ഡ്യൂ ടു ബാക്ടീരിയൽ എൻസൈം ആക്ടിവിറ്റി ഓൺ ഗ്ലൂട്ടൻ ആൻഡ് സ്റ്റാർച്ച്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ സപ്റ്റിലിസ് എന്ന് പറയുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ലിച്ചനിഫോംസ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയൽ സ്പീഷീസ് വന്നിട്ട് നമ്മുടെ ഈ ഇതിനകത്തുള്ള വീറ്റിനകത്തുള്ള ഗ്ലൂട്ടൺ ഇല്ലേ, ആ ഒരു ഗ്ലൂട്ടൺ എന്ന് പറയുന്ന പ്രോട്ടീനും സ്റ്റാർച്ചിൻ്റെയും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു, ഒരു ബാക്ടീരിയൽ എൻസൈം വന്നിട്ട് അത് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു എന്ത് ചെയ്യുന്ന ആ ഒരു റോപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് ഇൻ ടു ത്രെഡ് ആ ഒരു ഫോമിലുള്ള ഒരു ചേഞ്ച് അതിനകത്ത് വരുത്തുന്നത്, ആ ഒരു ടെക്സ്ചറിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. ഓക്കെ, റെയർ ഇൻ കൊമേഴ്ഷ്യൽ ബ്രെഡ് ഡ്യൂ ടു ഇഫക്റ്റീവ് പ്രിവെൻറ്റീവ് പ്രാക്ടീസസ്. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന ബ്രെഡുകളിൽ ഈ ഒരു സംഭവം അത്ര കോമൺ അല്ല, അതുകൊണ്ടായിരിക്കും മേ ബി നമ്മൾ കാണാത്തട്ട്. ഇനി വീടുകളിൽ നമ്മൾ ബ്രെഡ് എല്ലാം ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ചിലപ്പോൾ മേ ബി ഈ റോപ്പ് ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, കാര്യം എന്താണ്, അവർ അതിന് വേണ്ട പ്രിവെൻറ്റീവ് പ്രാക്ടീസസ് എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് റെഡ് ഓർ ബ്ലഡി ബ്രെഡ്. ഇത് നമ്മൾ കണ്ടിട്ടില്ല. എന്താണ്, അതായത് നമ്മുടെ ബ്രെഡ് ഒന്ന് റെഡ് കളറിൽ അല്ലെങ്കിൽ ബ്ലഡി കളറിലിരിക്കും, ഭയങ്കര ഡാർക്ക് റെഡ് കളറിലിരിക്കും. അതെന്തുകൊണ്ടാണ്? കോസ്ഡ് ബൈ പിഗ്മെന്റഡ് ബാക്ടീരിയ ലൈക്ക് സെറേഷ്യ മാർസിസൻസ് അപ്പിയറിംഗ് ആസ് റെഡ് സ്പോട്ട്. അതായത് ഈ സെറേഷ്യ മാർസിസൻസ് എന്ന് പറയുന്ന, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, കുറച്ച് പ്രശ്നക്കാരനായിട്ടുള്ളൊരു ബാക്ടീരിയയാണ്, കുറച്ച് ടഫായിട്ടുള്ളൊരു പേരുമാണ്. ഇവരുണ്ടാക്കുന്നതാണ് എന്ത്, റെഡ് അല്ലെങ്കിൽ ബ്ലഡി ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ബ്രെഡ് സ്പോയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിനകത്ത് ഇങ്ങനെ റെഡിഷ് ആയിട്ടുള്ള സ്പോട്സ് പോലെ കാണാനായിട്ട് പറ്റും അല്ലേ, നമ്മളിങ്ങനെ ചോര ചിന്തുന്ന ബ്രെഡ്, അതാണ് ബ്ലഡി ബ്രെഡ് അല്ലെങ്കിൽ റെഡ് ബ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, റിക്വയർസ് ആക്സിഡന്റൽ കണ്ടാമിനേഷൻ ആൻഡ് മോയിസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഇതങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടാകത്തില്ല. ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ആക്സിഡന്റൽ ഈ ഒരു സെറേഷ്യ മാർസിസൻസ് എന്ന് പറയുന്ന ഈ ഒരു മൈക്രോ ഓർഗാനിസമായിട്ടൊരു ആക്സിഡന്റൽ കണ്ടാമിനേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, മോയിസ്ചറും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ഓർ ബ്ലഡി ബ്രെഡ് എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് പോലത്തെ ആ ഒരു കണ്ടീഷൻ ഉണ്ടാകാം. ഓക്കെ, ഓൾസോ കോസ്ഡ് ബൈ മോൾഡ് ലൈക്ക് ന്യൂറോസ്പോർ ആൻഡ് ജിയോട്രിക്കം ഓറൻഷിയേക്കം. ഓക്കെ, അപ്പം ഈ ഒരു ന്യൂറോസ്പോറ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സെറേഷ്യ മാർസിസൻസ് ആണ്. അതുപോലെ തന്നെ ന്യൂറോസോറ എന്ന് പറയുന്ന മോൾഡ്, ഇത് ഇവിടെ ബാക്ടീരിയ ആണ് കേട്ടോ, സെറേഷ്യ മാർസിസൻസ്. ഇനി മോൾഡായിട്ടുള്ള ന്യൂറോസ്പോറയും അതുപോലെ തന്നെ ജിയോട്രിക്കം ഓറൻറ്റിയേക്കം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓറൻറ്റിയേഷ്യം എന്നൊക്കെ പറയുന്ന ഈ ഒരു മോൾഡ് കാരണം ഈ പറയുന്ന റെഡ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡി ബ്രെഡ് പോലത്തെ ഒരു സ്പോയിലേജ് കണ്ടീഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത് ചോക്കി ബ്രെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ബ്രെഡ് കണ്ട്, മോൾഡ് സ്പോയിലേജ് കണ്ടു, റോപ്പി ബ്രെഡ് കണ്ടു, പിന്നെ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലഡി ബ്രെഡ് കണ്ടു. നാലാമത്തെയാണ് ചോക്കി ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ചോക്കി ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബ്രെഡിനകത്ത് വൈറ്റ് ചോക്ലേറ്റ് സ്പോട്ട്സ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാര്യം നമ്മൾ ഈ കേക്കിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത്, ഇത് കുറേ നാൾ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ചോക്ക് പോലത്തെ കുറച്ച് കട്ടിയായിട്ട് ആ ടെക്സ്ചർ അങ്ങ് മാറിയിട്ട് കുറച്ച് കട്ടിയായിട്ട് നമുക്കിങ്ങനെ വെള്ള കളറിൽ സ്പോട്ട്സ് പോലെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതൊരു റെയർ ഡിഫക്റ്റ് ആണ്. എന്താണ്, മാർക്ഡ് ബൈ വൈറ്റ് ചോക്ലേറ്റ് സ്പോട്ടാണ്. കോസ്ഡ് ബൈ ഈസ്റ്റ് ലൈക്ക് ഫംഗൈ സച്ച് ആസ് എൻഡോമൈക്കോപ്പിസ് ഫിബിലിഗറ ആൻഡ് ട്രൈക്കോസ്പോറോൺ വേരിയബിൾ. ഓക്കെ, അപ്പം ഈ പറയുന്ന മൈക്രോ ഓർഗൻസ്, അതായത് ഫംഗസ് മൂലം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ചോക്കി ബ്രെഡ് എന്ന് പറയുന്നത് അല്ലേ. ഫംഗലല്ലേ, ഫംഗസ് കൊണ്ടാണ് ആ ഒരു വൈറ്റ് കളേർഡ് ഈ ചോക്കി വൈറ്റ് ആയിട്ടുള്ള സ്പോട്ട്സ് വരുന്നത്. അത് ഉണ്ടാക്കുന്നതാണ് എൻഡോമൈക്കോപ്പിസ് ഫിബിലിഗേറ അല്ലെങ്കിൽ ട്രൈക്കോസ്പോറോൺ എന്ന് പറയുന്ന ഫംഗസ് കാരണം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ചോക്കി ബ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചോക്കി ബ്രെഡ്. ഇനി അടുത്തത് കേക്ക്സ് ആൻഡ് ബേക്കറി പ്രോഡക്ട്സ് ആണ്. കേക്ക്, അപ്പം നമ്മൾ ഒരെണ്ണത്തിന് മാത്രമാണ് പ്രിവെൻഷൻ പറഞ്ഞത്, കാര്യം അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ കേസിൽ അങ്ങനെ പ്രിവെൻഷൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത പ്രോഡക്റ്റ് ആണ് കേക്കും മറ്റ് ബേക്കറി പ്രോഡക്റ്റ്. അതായത് നമ്മളിങ്ങനെ ഫ്ലോറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന മറ്റ് ബേക്കറി പ്രോഡക്റ്റ് അല്ലേ, ഇപ്പോൾ റസ്ക് പോലത്തെ, കേക്ക് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതെന്താണ്, മോൾഡ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും അല്ലേ. കേക്കുകളിലാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന
മോൾഡാണ് ആർ ദ മെയിൻ കോസ് ഓഫ് മൈക്രോബിയൽ സ്പോയിലേജ് ഇൻ കേക്ക്സ് ആൻഡ് അതർ ബേക്ക്ഡ് ഗുഡ്സ് ആസ് ബേക്കിംഗ് എലിമിനേറ്റ്സ് മോസ്റ്റ് ഓഫ് ദ ഒറിജിനൽ മൈക്രോഫ്ലോറ. ഓക്കെ, ബാക്കി ഒരുവിധമുള്ള മൈക്രോബിയൽസിനെയൊക്കെ ഇതിന് കൊല്ലും, പക്ഷേ മോൾഡ് ഈ പറഞ്ഞൊക്കെ സർവൈവ് ചെയ്തിട്ട് ഇത് ഗ്രോ ചെയ്ത് വരും. പ്രിവെൻഷൻ മെത്തേഡ്സ് ആർ സിമിലർ ടു ദോസ് യൂസ്ഡ് ഫോർ ബ്രെഡിൻ്റെ പോലെയാണ് നമുക്ക് ഈ പറഞ്ഞൊക്കെ എന്താണ് എയർ ഒക്കെ ഫിൽറ്റേർഡ് എയർ അല്ലെങ്കിൽ UV ട്രീറ്റഡ് എയർ യൂസ് ചെയ്യുക, എൻവയോൺമെൻ്റ് ഒക്കെ ക്ലീൻ ആയിട്ടിരിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന സർഫസുകളൊക്കെ അല്ലേ നമ്മുടെ ഇലക്ട്രിസിറ്റി ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്ത് ക്ലീൻ ആയിട്ടിരിക്കുക, നമ്മുടെ നൈഫ്സ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നേഴ്സ് ഒക്കെ നമ്മൾ ട്രീറ്റഡ് എടുക്കുക, പിന്നെ നമുക്ക് പ്രിസർവേറ്റീവ്സ് പോലത്തെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെയാണ് കേക്കിൻ്റെ കേസിലും വരുന്നത്. ഹൗവർ സ്പോയിലേജ് റിസ്ക് ഇൻക്രീസസ് വിത്ത് പ്രോഡക്ട്സ് ദാറ്റ് ഓഫ് ഫില്ലിങ്സ്. ഇനി കേക്കിൽ തന്നെ ഫില്ലിങ്സ് വരികയാണ് അല്ലേ, നമ്മൾ യൂഷ്വലി നമ്മളിപ്പം കടയിൽ നിന്ന് നമ്മൾ ബേക്ക് ചെയ്ത് നോർമൽ ഒരു സ്പഞ്ച് കേക്ക് മേടിക്കുന്നത് അല്ലേ, അതിരിക്കുന്നതിനേക്കാളും എന്താണ് വളരെ കുറച്ച് സമയമാണ് നമ്മൾ മറ്റേ ഐസിങ്ങും അല്ലെങ്കിൽ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള നമ്മുടെ ഈ ബർത്ത്ഡേ കേക്ക് പോലത്തെ പേസ്ട്രി കേക്ക് പോലത്തേക്ക് മേടിക്കും. എന്തുകൊണ്ടാണ് കാര്യം, അതിനകത്ത് ഫില്ലിങ്സ് അല്ലെങ്കിൽ ടോപ്പിങ്ങിലേക്ക് കസ്റ്റാർഡ് ഫ്രൂട്ട് എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് ഈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഡയറക്റ്റ്ലി വരാം. പിന്നെ ഈ ഷുഗറിൻ്റെ ഒക്കെ സിറപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ള മൈക്രോ ഓർഗാനിസത്തിന് അതൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ പെട്ടെന്ന് അത് ചീത്തയായിട്ട് പോകും. ഓക്കെ, ഇനി അടുത്തത്, while frostings are generally stable due to high sugar content, they can still spoil from mold or yeast during storage. ഇനി നമ്മൾ ഈ ഷുഗർ സിറപ്പ് അല്ലാണ്ട് നമ്മളിപ്പോൾ ആ ക്രീമൊക്കെ യൂസ് ചെയ്യുമല്ലോ, ക്രീമിനകത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഷുഗർ കണ്ടന്റ്. അപ്പം ഈ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാനായിട്ട് ഇതൊക്കെ വേണമെങ്കിലും ഒരുപാട് ഹൈ ഷുഗർ കണ്ടന്റ് അല്ലേ, നമ്മളിപ്പം ഈ ഫ്രൂട്ട്സ് ഒക്കെ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഷുഗർ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ് ആയതുകൊണ്ടാണ് അതല്ലേ. പക്ഷേ ഒരുപാട് കുറവാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രോത്ത് മീഡിയം ആയിട്ട് മാറും. പക്ഷേ ഇതിനകത്ത് ഈ ഫ്രോസ്റ്റിങ്സിനകത്തൊക്കെ ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് എന്താണ് ഇത് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ്, വലിയ പ്രശ്നം വരത്തില്ല. എന്നാലും ഈ പറഞ്ഞൊക്കെ സ്റ്റോറേജിന്റെ സമയത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ മോൾഡിന്റെ ഒക്കെ ഗ്രോത്ത് അതിനകത്ത് ഉണ്ടാവാം. ഓക്കെ, ഇനി സ്റ്റെയിലിംഗ് ഓഫ് ബേക്കറി പ്രോഡക്ട്സ് ഈസ് പ്രൈമർലി ഡ്യൂ ടു ഫിസിക്കൽ ചേഞ്ചസ് നോട്ട് മൈക്രോബിയൽ ആക്ടിവിറ്റി. ഓക്കെ, സ്റ്റെയിലിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറയത്തില്ലേ പഴകിയതാന്ന് പറയും. അതായത് നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്തൊരു ഈ പറഞ്ഞൊക്കെ മണവോ അങ്ങനെയൊന്നുമില്ല, അതിനൊരു ടെക്സ്ചർ ഒന്നും കാണത്തില്ല. ഇപ്പം ഈ ബ്രെഡൊക്കെ ആണെങ്കിലും ഒക്കെ അങ്ങ് ഡ്രൈ ഔട്ട് ആയിട്ട് അല്ലേ, അതിനൊരു മോയ്സ്ചർ ഒന്നും ഇല്ലാണ്ട് ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണമല്ല, അത് ഈ പറഞ്ഞൊക്കെ അതിൻ്റെ മോയ്സ്ചറൊക്കെ നഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റി കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി പാസ്ത, മാക്രോണി ആൻഡ് ടപ്പിയോക്ക, ഇതും എന്താണ് ഇത് നമ്മുടെ ആ ഒരു സീരിയൽ അല്ലെങ്കിൽ ആ ഒരു കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഡ്രൈ എഗ് ബേസ്ഡ് പാസ്ത ആൻഡ് മാക്രോണി റെയർലി സ്പോയിൽ ഡ്യൂ ടു ദ ലോ മോയ്സ്ചർ ആണ്. നമുക്കറിയാം ഈ മാക്രോണി അല്ലെങ്കിൽ പാസ്ത എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ് അല്ലേ, വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മളത് വെള്ളമൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്ത് അല്ലേ അതിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മളത് കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതൊരു പ്രോസസ്ഡ് ഫോമിൽ വരുന്ന ഈ ഫോം ഭയങ്കര ഡ്രൈഡ് ആയിട്ടുള്ള വളരെ ലോ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ കേടുകൾ അല്ലെങ്കിൽ സ്പോയിലേജ് അങ്ങനെ സംഭവിക്കാറില്ല. ഓക്കെ, ഹൗവർ റയർ സ്പോയിലേജ് ഇഷ്യൂസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വെല്ലിംഗ് ഇൻ മോയിസ്റ്റ് മാക്രോണി മേ റിസൾട്ട് ഫ്രം ഗ്യാസ് പ്രൊഡ്യൂസിങ് എൻട്രോബാക്ടർ സ്പീഷീസ്. അതായത് ഈ പറഞ്ഞ മാക്രോണി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു പൈപ്പ് മുറിച്ച് പോലൊക്കെ ഇരിക്കുന്ന ഒരു സംഭവം അല്ലേ. അപ്പം എന്താണ്, ഇതിങ്ങനെ വീർക്കുന്ന പോലത്തെ സ്വെല്ലിംഗ് പോലത്തെ സംഭവം ഉണ്ട്. അത് മോയ്സ്ചറിന്റെ കണ്ടന്റ് എങ്ങനെയും വരികയാണെങ്കിലാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് മേ റിസൾട്ട് ഫ്രം ഗ്യാസ് പ്രൊഡ്യൂസിങ് എൻട്രോബാക്ടർ സ്പീഷീസ്. അതായത് ഈ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉള്ള മാക്രോണിയിൽ ഈ പറഞ്ഞൊക്കെ എൻട്രോബാക്ടർ സ്പീഷീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഗ്യാസ് ഫോം ചെയ്യും, ഈ മാക്രോണി ഒന്ന് സ്വെൽഡപ്പ് ആയിട്ട് ഒന്ന് വീർത്തിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇതൊരു റയർ ആയിട്ടുള്ളൊരു സ്പോയിലേജ് ആണ്, പക്ഷേ സ്റ്റിൽ അങ്ങനെ സംഭവിക്കാം. ഇനി രണ്ടാമത്തത്, പർപ്പിൾ സ്ട്രീക്സ് ഡ്യൂറിങ് ഡ്രൈയിങ് ക്യാൻ ബി കോസ്ഡ് ബൈ മൊണീലിയ മോൾഡ് അറ്റ് കോൺടാക്ട് പോയിന്റ്സ് വിത്ത് ഡ്രൈയിങ് പേപ്പർ. അല്ലെ, ഇതിന് ഈ മക്രോണി ഒക്കെ ഉണ്ടാക്കി നമ്മളിത് ഉണക്കുന്ന സമയത്ത് ഈ ഒരു പേപ്പറുമായിട്ട് ഇതിങ്ങനെ കോണ്ടാക്ട് വരുമല്ലോ, ഈ കോണ്ടാക്ട് വരുന്ന ഭാഗത്ത് പർപ്പിൾ സ്ട്രീക്സ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു പർപ്പിൾ കളർ ഇങ്ങനെ വരകൾ പോലത്തെ സ്ട്രീക്സ് പോലത്തെ ഡെവലപ്പ് ചെയ്യും. അതിന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം എന്താണ്, മൊണീലിയ മോൾഡ് ആണ് കേട്ടോ. മൊണീലിയ മോൾഡ് കാരണമാണ് പർപ്പിൾ സ്ട്രീക്സ് വരുന്നത്. അത് എന്ത് ചെയ്യുന്നു, ആ ഡ്രൈയിങ് പേപ്പറിന്റെ കോണ്ടാക്റ്റിൽ വരുന്ന പോയിന്റ്സിലാണ് ഇങ്ങനെ പർപ്പിൾ സ്ട്രീക്സ് വരുന്നത്, വിച്ച് ഈസ് കോസ്ഡ് ഡ്യൂ ടു മൊണീലിയ മോൾഡ് കാരണമാണ്. ഓക്കെ,
ഇനി അടുത്തത് ടപ്പിയോക്ക മെയ്ഡ് ഫ്രം കസാവ സ്റ്റാർച്ച് ക്യാൻ സ്പോയിൽ വെൻ മോയിസ്റ്റൻഡ് ഓഫൻ ഡ്യൂ ടു ആൻ ഓറഞ്ച് പിഗ്മെന്റഡ് സ്റ്റാർച്ച് ഡീഗ്രേഡിങ് ബാക്ടീരിയ. ഓക്കെ, ടപ്പിയോക്ക എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ മരച്ചീനി എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഇത് നമ്മുടെ കസാവ സ്റ്റാർച്ച്, നമ്മുടെ ആ ഒരു മരച്ചീനിയുടെ സ്റ്റാർച്ചിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ഇവിടെ ടപ്പിയോക്ക പറഞ്ഞേക്കുന്നത്. ഇതും ഈ പറഞ്ഞൊക്കെ എന്താണ്, തണുക്കുന്ന സമയത്ത്. ഓക്കെ, നമ്മളിവിടെ ടപ്പിയോക്ക നമ്മൾ കോമൺ ആയിട്ട് മരച്ചീനിക്ക് പറയുന്നതാണ്, പക്ഷേ ഇവിടെ ഇവർ ഈ ഒരു കസാവയിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ടപ്പിയോക്ക പറഞ്ഞേക്കുന്നത്. ഇതും ഒരു ഡ്രൈഡ് പ്രോഡക്റ്റ് ആണ്, പക്ഷേ ഇത് മോയ്സ്ചർ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഒരു ഓറഞ്ച് പിഗ്മെന്റഡ് സ്റ്റാർച്ച് ഡീഗ്രേഡിങ് ബാക്ടീരിയത്തിന്റെ പ്രസൻസിൽ ഇത് നാശമായി പോകാറുണ്ട്, സ്പോയിലേജ് സംഭവിക്കാറുണ്ട്. ഓവറോൾ സ്പോയിലേജ് ഇൻ ദീസ് പ്രോഡക്റ്റ് ഈസ് അൺകോമൺ അണ്ടർ പ്രോപ്പർ ഡ്രൈ സ്റ്റോറേജ്. അതായത് ഓൾമോസ്റ്റ് ഇത് ഡ്രൈ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. നന്നായിട്ട് നമ്മൾ ഡ്രൈ സ്റ്റോറേജ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ സ്പോയിലേജ് സംഭവിക്കില്ല. പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ വരുവാണെങ്കിൽ റെയർലി ആണെങ്കിലും ഇത്തരം സ്പോയിലേജ് സംഭവിക്കാം. ഓക്കെ, അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ആൻഡ് അതർ സീരിയൽ സ്നാക്സ്. അതായത് നമ്മളിപ്പം ഈ കോൺഫ്ലേക്സ് അല്ലെങ്കിൽ എന്താ മ്യൂസ്ലി എന്നൊക്കെ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഇല്ലേ, അതും ഈ പറഞ്ഞൊക്കെ ഓൾമോസ്റ്റ് ഡ്രൈഡ് ഫോമിലുള്ള നമ്മുടെ ഇപ്പോൾ കോണിൽ നിന്ന് കോൺ മീലിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വീറ്റിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഓട്ട് മീലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സീരിയൽസ് ആണ്. നമ്മൾ വളരെ റെഡി ടു കുക്കായിട്ട് അല്ലെ പെട്ടെന്ന് സമയം ലാഭിക്കാനായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുന്ന സംഭവങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് അല്ലെങ്കിൽ സീരിയൽ സ്നാക്സ്. അപ്പോൾ ഇതിന് സ്പോയിലേജ് സംഭവിക്കൂ. അതെന്താണ്? അക്കോർഡിംഗ് ടു ഹോബ്സ് ആൻഡ് ഗ്രീൻ 1984 there are 3 basic breakfast cereal manufacturing process. ഓക്കെ, അപ്പോൾ ഹോബ്സ് ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഈ ഒരു സീരിയൽസിന്റെ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസിന്റെ മാനുഫാക്ചറിങ്ങിൽ 3 പ്രോസസ്സ് ഇൻവോൾവ് ആണ്. അതാണ് ഫ്ലേക്ഡ് ഉണ്ട്, പഫ്ഡ് ഉണ്ട്, എക്സ്ട്രൂഡഡ് ഉണ്ട്. ഓക്കെ, ഈ ഫ്ലേക്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം നമുക്കറിയാം നമ്മുടെ അരിയുടെ തന്നെ, നമുക്കിപ്പോൾ അരി തന്നെ എടുക്കുവാണ് അല്ലെങ്കിൽ നെല്ല് തന്നെ എടുക്കുവാണെങ്കിൽ ഈ നെല്ലിൽ നമുക്കിങ്ങനെ എന്താണ് ഫ്ലേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവല് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഫ്ലേക്ക് ആണ്. നേരെ മറിച്ച് ഇതിനെങ്ങനെ പഫ് ചെയ്ത് അല്ലെങ്കിൽ ചൂടാക്കി വീർത്തെടുക്കുന്നതാണ് അതിൻ്റെ പഫ്ഡ്, അല്ലെങ്കിൽ നമ്മൾ ഈ പൊരി എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ പൊരി എന്ന് പറയത്തില്ലേ, അതെന്താണ്, അതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പഫ്ഡ് വേരിയേഷൻ ആണ്. ഇനി എക്സ്ട്രൂഡഡ് വേർഷൻ ആണ് നമ്മുടെ ഈ ഒരു റൈസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇൻ ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദ മാനുഫാക്ചറിങ് ഓഫ് ദീസ് 3 പ്രോഡക്ട്സ് ദർ ആർ ഹൈ ലെവൽ ഓഫ് മോയ്സ്ചർ ആൻഡ് ദർ ഫോർ ദ പോസിബിലിറ്റി ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത്. അപ്പം ഈ ഫ്ലേക്കിംഗ് ആണെങ്കിലും പഫിംഗ് ആണെങ്കിലും എക്സ്ട്രൂഡ് ആണ്. ഫ്ലേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിതിങ്ങനെ ഇത് കുറച്ചൊന്ന് ചൂടാക്കിയിട്ടൊന്ന് മോയ്സ്ചർ കൊടുത്തിട്ട് ആവി കയറ്റിയിട്ട് പിന്നെ നമ്മൾ അതിനെ ഇടിച്ചിട്ടാണ് ഇങ്ങനെ ഫ്ലേക്ക് ആക്കി എടുക്കുന്നത്. പഫ് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ കുറച്ചൊരു മോയ്സ്ചർ കണ്ടന്റ് വേണം, എന്നാലേ ഇത് ഇങ്ങനെ വീർത്ത് വരത്തുള്ളൂ. ഇനി എക്സ്ട്രൂഡഡ് ആണെങ്കിലും ഈ പറഞ്ഞൊക്കെ ഇതിൻ്റെ എല്ലാ ഇനിഷ്യൽ സ്റ്റേജസിൽ എന്താണ്, ഹൈ ലെവൽ ഓഫ് മോയ്സ്ചർ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ പോസിബിലിറ്റി ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഹവർ ഇൻ ദ ഫിനിഷ്ഡ് സ്റ്റേറ്റ് ദ യൂഷ്വലി റെപ്രസെന്റ് പ്രോഡക്ട്സ് വിത്ത് ലോ ടോട്ടൽ നമ്പേഴ്സ്. പക്ഷേ ഈ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ അല്ലേ, അതായത് നമ്മളിപ്പം അവലെന്ന് പറയുന്നത് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് എന്താണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പഫ് എന്ന് പറയുന്നത് ഇപ്പം മലരാണെങ്കിലും നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് എന്താണ്, ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാര്യം ഇതിൻ്റെ ഇനിഷ്യൽ പ്രോസസ്സിംഗ് ടൈമിൽ ഹൈ മോയ്സ്ചർ ഇൻവോൾവ് ആണെങ്കിലും അപ്പോൾ അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് വരാം. പക്ഷേ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അല്ലെങ്കിൽ ഇനി എക്സ്ട്രൂഡ് ചെയ്തെടുക്കുന്ന നമ്മുടെ റൈസ് ആണെങ്കിലും എന്താണ്, ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്തതാണ് പ്രിപ്പയർഡ് ഡോസ് എന്ന് പറയുന്നത്. പ്രിപ്പയർഡ് ഡോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്താ പറയുക, നമ്മുടെ ഈ നോമ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടുള്ള സാധനമാണ് നമ്മുടെ ഈ സമോസ ഷീറ്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പേസ്ട്രി ഷീറ്റ് എന്നൊക്കെ പറയും. ഇത് ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രിപ്പയർഡ് ഡോ ആണെന്ന് പറയാം അല്ലേ. അപ്പം എ ലാർജ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ അറ്റ് റീറ്റെയിൽ ആർ എസെൻഷ്യലി prepared refrigerated or frozen bakery product. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ നമ്മുടെ പഫ് പേസ്ട്രി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സമൂസ ലീഫ് എന്നൊക്കെ പറയുന്നത് അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അല്ലേ. ദീസ് കൺവീനിയൻസ് ഐറ്റംസ് മേ കണ്ടെയ്ൻ ഈസ്റ്റോ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഇനോക്കുലം. അപ്പോൾ ഇതിനകത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയത്തിൻ്റെ ഇനോക്കുലം ഉണ്ടായിരിക്കും. ദ ലെവൽ ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ദ സബ്സീക്വന്റ് മൈക്രോബിയൽ ക്വാളിറ്റി വുഡ് ബി എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലല്ല ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ കേടുവരികയും സ്പോയിലേജ് സംഭവിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മൈക്രോബിയൽ നമ്പേഴ്സ് മേ ഇൻക്രീസ് ഡ്യൂറിങ് റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് അണ്ടിൽ ദ പ്രോഡക്റ്റ് റിസീവ്സ് ഇറ്റ്സ് ഫൈനൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് അറ്റ് ദ കൺസ്യൂമർ ലെവൽ അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനത്തെ പല സംഭവങ്ങളും നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഫ്രീസർ അല്ലെങ്കിൽ ആ ഒരു ഫ്രീസർ യൂണിറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റിനകത്താണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ അവിടെ ഇരിക്കും തോറും പതുക്കെ
പതുക്കെ സ്ലോലി ആണെങ്കിൽ പോലും ഇതിനകത്തുള്ള നമ്പർ കൂടിക്കൂടി വരികയാണ്. പിന്നീട് നമ്മൾ ഇതിനെ വീട്ടിലെത്തിച്ചിട്ട് ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇതിനെ ബേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഡീപ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും ഹൈ ടെമ്പറേച്ചറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു നമ്പർ ഇല്ലാണ്ടാവുകയോ അല്ലെങ്കിൽ വളരെയധികം കൺട്രോൾഡ് ആയിട്ട് ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ഓഫ് സ്പോയിലേജ് ഇൻ സീരിയൽ ആൻഡ് സീരിയൽ പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ബ്രെഡിന്റെ കേസിൽ മാത്രമായിട്ട് നമ്മളൊരു മോൾഡ് സ്പോയിലേജിന്റെ പ്രിവെൻഷൻ പറഞ്ഞു. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ സീരിയൽസ് അല്ലെങ്കിൽ സീരിയൽ പ്രോഡക്ട്സിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ കണ്ടാമിനേഷനെ സ്പോയിലേജിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കൺട്രോൾ ആണ് അല്ലേ. ഇനി കുറച്ചൊരു എമൗണ്ട് ഓഫ് ബാക്ടീരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇത് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്ത് വരണമെങ്കിൽ എന്ത് വേണം, മോയ്സ്ചർ വേണം. അപ്പം മോസ്റ്റ് സീരിയൽസ് ഹാവ് ലോ വാട്ടർ ആക്ടിവിറ്റി മേക്കിംഗ് ദം naturally resistant to microbial growth. നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ, ഓൾറെഡി ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെ ഇതിനകത്ത് മൈക്രോബിയൽ ഗ്രോത്ത് അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, കീ പ്രിൻസിപ്പിൾ എന്താണ്? കീപ് പ്രോഡക്ട്സ് ഡ്രൈ ടു പ്രിവെന്റ് സ്പോയിലേജ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞൊക്കെ വീടുകളിലൊക്കെ ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെയൊക്കെ അമ്മമാർ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താണ് വീടുകളിൽ ഈ പറഞ്ഞൊക്കെ അരി അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെയിലത്തൊക്കെയിട്ടൊന്ന് ഉണക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ കണക്ക് അതിനകത്തുള്ള മോയ്സ്ചറിൻ്റെ ഒക്കെ കണ്ടന്റ് മാക്സിമം പോകാനായിട്ട്. ഇനി വെയിലില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിലിട്ട് ചൂടാക്കിയിട്ടെങ്കിലും ഒന്ന് തണുക്കുമ്പോഴായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, മോയ്സ്ചർ ആണ് കൺട്രോൾഡ് ആവുന്നത്. ഇനി സ്റ്റോറേജ് റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? യൂസ് കണ്ടെയ്നേഴ്സ് ദാറ്റ് കീപ് ഔട്ട് വെർമിൻ, റെസിസ്റ്റ് ഫയർ ആൻഡ് ലിമിറ്റ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ അല്ലേ. പുറത്തുള്ള ടെമ്പറേച്ചർ ഒന്നും വേരി ചെയ്യാത്ത രീതിയിലുള്ള, അതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊന്നും അകത്ത് കയറാത്ത അല്ലെങ്കിൽ ഫയറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുക. ഇനി സ്റ്റോറേജ് ടെമ്പറേച്ചർ, അതായത് സ്റ്റോറേജ് ടെമ്പറേച്ചർ എത്രയാണോ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ 4.4 to 7.2 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ. അതിനാണ് നമ്മൾ ഇതൊരു ഒരു അധികം ചൂടൊന്നും തട്ടാത്ത ഒരു മൂലയ്ക്ക്, നമ്മൾ ഒരു ഡാർക്കായിട്ടുള്ള ഒരു മൂലയ്ക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അസെപ്സിസ്. അസെപ്സിസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ആണ്. അതായത് മൈക്രോ ഓർഗാനിസംസ് വരാണ്ട് നോക്കുക. അതിന് വേണ്ടിയിട്ട് എന്താണ്? പ്രോപ്പർ ക്ലീനിങ് ആൻഡ് സാനിറ്റേഷൻ ഓഫ് എക്യുപ്മെന്റ് ഈസ് എസെൻഷ്യൽ ടു അവോയ്ഡ് റോബ് ബാക്ടീരിയ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോയിൽ ബ്രെഡ് ടെക്സ്ചർ അല്ലെ, ബ്രെഡിന്റെ ടെക്സ്ചർ സ്പോയിൽ ചെയ്യുന്ന റോബ് ബാക്ടീരിയ അവോയ്ഡ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. പിന്നെ ആസിഡ് ഫോമിങ് ബാക്ടീരിയ, അതെന്താണ്? ആസിഡ് ഫോമിങ് ബാക്ടീരിയ വന്നിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും, അത് കാരണം സവർനെസ് ഉണ്ടാവും അല്ലെ. ഇനി അടുത്ത എന്താണ്? അടുത്തത് ബ്രെഡിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒന്ന്, മസ്റ്റ് ബി കൂൾഡ് ഇൻ എ സ്പോർ ഫ്രീ അറ്റ്മോസ്ഫിയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ, അതായത് എയർ ഒക്കെ ഫിൽറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ UV ട്രീറ്റഡ് ആയിട്ടുള്ള എയർ ഉള്ള ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വേണം അത് കൂൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ അതിനെ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് നല്ല സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള നൈഫ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതിലൊക്കെ അതിൻ്റെ ടെമ്പറേച്ചർ കംപ്ലീറ്റ്ലി പോയി, വാംത് കംപ്ലീറ്റ്ലി പോയി നന്നായിട്ട് കൂൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മളതിനെ പ്രോപ്പർലി റാപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ സീരിയൽസ് ആൻഡ് സീരിയൽ പ്രോഡക്ട്സിനെ ജനറലി നമുക്ക് ഹീറ്റ് വെച്ചിട്ട് എങ്ങനെ അതിനെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ബേക്കിംഗ് വെച്ചിട്ട് ഒരുവിധപ്പെട്ട എല്ലാ മൈക്രോ ഓർഗാനിസം, ഈസ്റ്റ്, മോൾഡൊക്കെ നമുക്ക് അതിനെ നശിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ ചിലത് മാത്രം ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോർ മാത്രമായിരിക്കും സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ സ്പെഷ്യൽ കൺസേൺസ് പറയുന്നത് മോൾഡ് സ്പോർ ഇൻ ബേക്കറി ക്ലോത്ത് മേ ഗെയിൻ ഹീറ്റ് റെസിസ്റ്റൻസ് ഓവർ ടൈം. അതായത് ഈ പറയുന്ന കണക്ക് നമ്മുടെ ഈ ബേക്കറി ക്ലോത്ത്സിനകത്ത് മോൾഡ് സ്പോർസ് ഉണ്ടായിരിക്കും. അപ്പം അതെന്ത് ചെയ്യുന്നു, കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഹീറ്റ് റെസിസ്റ്റൻസ് കിട്ടിയിട്ട് പിന്നീട് നമ്മൾ ഇത് വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫുഡിലേക്ക് ആ മോൾഡിൻ്റെ സ്പോർസ് എത്താം. ഇനി കാനിങ് ഈസ് ആൻ ഇഫക്റ്റീവ് മെത്തേഡ് ഫോർ സം സ്പെഷ്യാലിറ്റി ബ്രെഡ്. അതായത് ഈ പറഞ്ഞൊക്കെ ബോസ്റ്റൺ ബ്രൗൺ ബ്രെഡ് എന്നൊക്കെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോറിനിലൊക്കെ കിട്ടുന്ന പല ടൈപ്പ് ഓഫ് ബ്രെഡ് ആയിരിക്കും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാനിങ് പോലത്തെ മെത്തേഡ്സ് ഒക്കെ നോക്കാം. അതും ഒരു ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആണല്ലോ. അപ്പം ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ കാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, മീറ്റ്, ഫിഷ് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ബ്രെഡിനും ഈ പറഞ്ഞ കണക്ക് നമുക്ക് കാനിങ് ചെയ്യാം. ഇനി യൂസ് ഓഫ് ലോ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ഹൈ ഹീറ്റ് യൂസ് ചെയ്തു, ഇനി അടുത്ത ലോ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ എന്താണ്, കൂൾ സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് ആൻഡ് റെഡ്യൂസസ് ഫുഡ് പോയ്സണിങ് റിസ്ക് അല്ലേ. അതായത് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ മൈക്രോബ്സിൻ്റെ ആക്ടിവിറ്റി അത്രയും കുറവായിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ അത്ര പോസിബിൾ ആയിരിക്കത്തില്ല. ഫ്രീസിങ് ഈസ് ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ഫോർ അല്ലേ. ഫ്രീസിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രെഡിന്, റോൾസിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അൺബേക്ഡ് ഓർ പാർഷ്യലി ബേക്ഡ് ഗുഡ്സിന് യൂസ് ചെയ്യാൻ പറ്റും. പൈസ്, അതായത് ഫ്രൂട്ട്, മീറ്റ്, പൗൾട്രി പൈസ്, ചീസ് കേക്ക്, വാഫിൾസ്. നമ്മൾ ഈ ആപ്പിൾ പൈ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, നമ്മുടെ ഈ ഒരു ഹിന്ദി ഫിലിം സ്റ്റാർസൊക്കെ അവർക്ക് ആപ്പിൾ പൈ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയല്ലേ. അപ്പോൾ അത്തരം പൈസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസിങ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ഇനി അടുത്തത് യൂസ് ഓഫ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ് ഇപ്പോൾ ഈ സോർബിക് ആസിഡ് അല്ലെ, കാൽഷ്യം പ്രൊപ്യോണേറ്റ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യും. അപ്പം മോസ്റ്റ് സീരിയൽസ് എക്സാമ്പിൾ കോൺ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 20% മോയ്സ്ചർ ഒക്കെ ഉള്ള എന്താണ്, അതിനകത്തൊക്കെ മോൾഡ് അല്ലെങ്കിൽ മൈക്രോ ടോക്സിൻസിൻ്റെ ഒക്കെ ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രിസർവേറ്റീവ് ഏജൻറ്റ്സ് യൂസ് ചെയ്യാം. അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നതാണ് അമോണിയ 2% അമോണിയ ഒരു പ്രിസർവേറ്റീവ് ആണ്. പ്രൊപ്യോണിക് ആസിഡ് 1% പ്രൊപ്യോണിക് ആസിഡ്. സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം പ്രൊപ്യോണേറ്റ്, അതായത് പ്രൊപ്യോണിക് ആസിഡ് യൂസ് ചെയ്തിട്ടുള്ള ഈ കാൽഷ്യവും സോഡിയം ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സോൾട്ട് ഫോമിലുള്ളതാണ് സോഡിയം അല്ലെങ്കിൽ കാൽഷ്യം പ്രൊപ്യോണേറ്റ്. ഇനി അതുപോലെ സോഡിയം ഡൈ അസറ്റേറ്റ് നമ്മൾ പറഞ്ഞാണ്, സോഡിയം ഡൈ അസറ്റേറ്റ് ഉണ്ട്. പിന്നെ സോർബേറ്റ് ഉണ്ട്, നമ്മൾ സോർബിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ സോർബേറ്റ്സ്. പിന്നെ അസറ്റിക് ആസിഡ് മേ ബി ആഡഡ് ടു ഡഫ് ടു കോമ്പാക്ട് റോപ്പ് സ്പോയിലേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ റോപ്പ് സ്പോയിലേജ് ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുന്ന ആ ഒരു റോപ്പി ടെക്സ്ചർ ഫോം ചെയ്യുന്നത്, അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അസറ്റിക് ആസിഡിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു സ്പോയിലേജ് പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡാണ് യൂസ് ഓഫ് ഇറേഡിയേഷൻ. ഓക്കെ, അപ്പം അൾട്രാ വയലറ്റ് UV റേസ് ആർ യൂസ്ഡ് ഇൻ ബേക്കറീസ് ടു റെഡ്യൂസ് മോൾഡ് സ്പോർ. ഓക്കെ, അപ്പം നമുക്ക് UV റേസ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഡോവിലും അതൊക്കെ പ്രൂഫ് റൂംസിൽ യൂസ് ചെയ്യാം. ഇനി ഓൺ സ്ലൈസിങ് നൈഫ്സ് ആൻഡ് പാക്കേജിങ് ഏരിയാസിൽ, അതുപോലൊക്കെ റേഡിയോ ഫ്രീക്വൻസിങ് ആൻഡ് അയണൈസിങ് റേഡിയേഷൻ. ഓക്കെ, അപ്പം UV റേസ് യൂസ് ചെയ്യാം, അതിലൊക്കെ റേഡിയോ ഫ്രീക്വൻസി ആൻഡ് അയണൈസിങ് റേഡിയേഷൻ ലൈക്ക് ഗാമ റേസ്, കാഥോഡ് റേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലോ ലെവൽ റേഡിയേഷൻ, ഇതും എന്താണ് നമുക്ക് ഈ പറഞ്ഞൊക്കെ ഈ സ്റ്റോർഡ് ഗ്രെയിൻസിലൊക്കെ ഉള്ള ഇൻസെക്റ്റിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സ്പോയിലേജ് കൺസേൺസ് എന്തൊക്കെയാണ്? ഡ്രൈ സീരിയൽസ് ആൻഡ് ഫ്ലോസ് ആർ ടിപ്പിക്കലി സേഫ് ഇഫ് സ്റ്റോർഡ് പ്രോപ്പർലി. അടുത്തത് മോയ്സ്ചർ ഇൻട്രൂഷൻ ക്യാൻ ലീഡ് ടു, നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണല്ലേ, മോൾഡ് ഗ്രോത്ത് ഉണ്ടാകാം മിനിമം മോയ്സ്ചറിൽ. ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയൽ ഗ്രോത്ത്, കുറച്ചും കൂടെ മോയ്സ്ചർ കൂടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞൊക്കെ 15% മുകളിലാണെങ്കിൽ ഈസ്റ്റും 17% മുകളിലാണെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്തും വരാം. ഓക്കെ, ഇനി ഈവൻ ഇഫ് നോട്ട് വിസിബിളി സ്പോയിൽഡ് സീരിയൽസ് മേ ക്യാരി മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് അഫക്റ്റ് അല്ലേ, അതായത് പബ്ലിക് ഹെൽത്ത്. അതിലൊക്കെ നമ്മളിത് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് ഹാംഫുൾ ആയിട്ട് മാറാം അല്ലേ. കോസ് പബ്ലിക് ഹെൽത്ത്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് പ്രോസസ്ഡ് ഫുഡ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എന്താണ് സീരിയൽ ആൻഡ് സീരിയൽ പ്രോഡക്ട്സ് എന്നുള്ള ഭാഗത്തു നിന്ന് ഇതിൻ്റെ സ്പോയിലേജുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സ്പോയിലേജ് എന്താണെന്ന് പറഞ്ഞു, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സീരിയൽസിന് തന്നെ പല വേരിയൻസിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഉണ്ടാവാം, ആ സ്പോയിലേജിന് കാരണമാവുന്ന മൈക്രോ ഓർഗാനിസംസ്, ഫൈനലി നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് മനസ്സിലാക്കിയെടുക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഈ പറഞ്ഞൊക്കെ ഓരോ ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഉണ്ടാക്കുന്ന ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് എന്നുള്ളതൊക്കെ ഒന്ന് സ്പെസിഫിക്കലി നമ്മളൊന്ന് ഓർത്തെടുക്കണം. ഓക്കെ, അടുത്തത് നമുക്കപ്പം ഈ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഫുഡ് സ്പോയിലേജ്? എന്താണ്? ഇൻസെക്ട് ഡാമേജ്, മൈക്രോബിയൽ ആക്ടിവിറ്റി, ഡ്രൈയിങ് ഔട്ട്, ഡിസ്കളറേഷൻ. ഈ പറഞ്ഞ എല്ലാം കോസ് ആണെങ്കിലും മോസ്റ്റ് കോമൺ ഏതാണ്? അത് മൈക്രോബിയൽ ആക്ടിവിറ്റി ആണ് കേട്ടോ, മൈക്രോബിയൽ ആക്ടിവിറ്റി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ മൈക്രോബിയൽ സ്പോയിലേജ് മാനിഫെസ്റ്റേഷൻ? ഗ്യാസ് പ്രൊഡക്ഷൻ, ഡിസ്കളറേഷൻ, പിഗ്മെന്റ് ഫോർമേഷൻ, സർഫസ് ലൈം. അല്ലേ, ഇതിൽ നമ്മൾ എന്താണ് ഗ്യാസ് പ്രൊഡക്ഷനും ഡിസ്കളറേഷനും സർഫസ് ലൈമും കേട്ടു, പിഗ്മെന്റ് ഫോർമേഷൻ നമ്മൾ കണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതൊരു കോമൺ മൈക്രോബിയൽ സ്പോയിലേജ് അല്ല. ഓക്കെ, അടുത്തത്, വൈ ഈസ് സ്പോയിലേജ് കൺസിഡർഡ് എ സബ്ജക്റ്റീവ് ക്വാളിറ്റി? എന്തുകൊണ്ടാണ് സ്പോയിലേജ് ഒരു സബ്ജക്റ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ pH, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോട്ടീൻ കണ്ടന്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലൈറ്റ് എക്സ്പോഷർ. ഇതൊന്നുമല്ല, പിന്നെന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കൾച്ചറൽ ആൻഡ് സോഷ്യൽ പെർസെപ്ഷൻ. എന്ന് വെച്ചാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് ഒരാൾക്ക് സ്പോയിലേജ് എന്ന് തോന്നുന്നത് വേറൊരാൾക്ക് സ്പോയിലേജ് ആവത്തില്ല അല്ലേ. നമ്മൾ തന്നെ പറയത്തില്ലേ, അയ്യോ ഇത് ഇച്ചിരി കേടായെന്ന് തോന്നുന്നു, അന്നേരം ചിലർ പറയും അത് കുഴപ്പമില്ല, പക്ഷെ ഞാൻ കഴിക്കും കേട്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ കഴിക്കും എന്ന് പറയും. അപ്പം അതാണ് ആ ഒരു സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പിന്നെ ചില കൾച്ചറൽ വൈസ് തന്നെ ചില ഫുഡ് അവർ അങ്ങനെയാണ് സ്പോയിൽഡ് ആക്കിയിട്ടായിരിക്കും അവർ കഴിക്കാം. ഓക്കെ, അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പം അക്സെപ്റ്റബിൾ ആകത്തില്ല. ആ ഒരു സാധനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, വിച്ച് ഈസ് മോർ ഡിഫിക്കൽട്ട് ഇൻ സ്പോയിലേജ് ഡിറ്റക്ഷൻ? ഐഡന്റിഫൈയിങ് കെമിക്കൽ ബൈ പ്രോഡക്ട്സ്, ഡിറ്റക്ടിങ് ഓഫ് കളേഴ്സ്, ഐഡന്റിഫൈയിങ് സ്പോയിലേജ് ഓർഗാനിസം, മെഷറിംഗ് വാട്ടർ ആക്ടിവിറ്റി. അല്ലേ, ഇതിൽ ഈ 3 സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ട് ഏതാണ്? ഐഡന്റിഫൈയിങ് സ്പോയിലേജ് ഓർഗാനിസം. അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. മറ്റേത് കെമിക്കൽ ബൈ പ്രോഡക്ട്സ് ആണെങ്കിൽ സ്മെല്ല് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഗ്യാസ് ഫോർമേഷൻ ഒക്കെ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, വാട്ടർ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ സ്പോയിലേജ് ഓർഗാനിസം ഏതാണെന്നുള്ളത് നമ്മൾ അതിനെ കറക്റ്റായിട്ട് അസസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ടിപ്പിക്കലി ട്രിഗേഴ്സ് എ സഡൻ ഓൺസെറ്റ് ഓഫ് സ്പോയിലേജ്? ഗ്രാജുവൽ ഓക്സിഡേഷൻ, ഗ്രാജുവൽ ടെമ്പറേച്ചർ ചേഞ്ച്, മൈക്രോബിയൽ ആക്ടിവിറ്റി, എയർ എക്സ്പോഷർ.
പെട്ടെന്നൊരു സ്പോയിലേജ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? അത് എപ്പോഴും ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഹോൾ വീറ്റ് ഫ്ലോർ ഹാസ് മോർ മൈക്രോബിയൽ കണ്ടന്റ് ദാൻ വൈറ്റ് ഫ്ലോർ? അല്ലെ, ആ ഒരു വെളുത്ത ക്ലീൻ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലോറിനേക്കാളും കൂടുതൽ മൈക്രോബിയൽ കണ്ടന്റ് ഹോൾ വീറ്റ് ഫ്ലോറിന് വരുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് പ്രോസസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് ബ്ലീച്ച്ഡ്, ഇറ്റ് റീറ്റെയിൻസ് ഔട്ടർ ഗ്രെയിൻ ലെയേഴ്സ്, ഇറ്റ് ഹാസ് ഹയർ സ്റ്റാർച്ച്. അല്ലെ, എന്താണ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്? നമ്മുടെ വൈറ്റ് ഫ്ലോറിന്റെ കാര്യമാണ്. അല്ലെ, വീറ്റ് ഫ്ലോർ ഹാസ്, ഹോൾ വീറ്റ് ഫ്ലോറിനകത്ത് കൂടുതൽ മൈക്രോബിയൽ കണ്ടന്റ് വരാനുള്ള കാരണം എന്താണ്? അതിന്റെ ഔട്ടർ ഗ്രെയിൻ ലെയേഴ്സ് അത് റീറ്റെയിൻ ചെയ്തതിനെ കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത്, മോൾഡ് ജെനസിസ് കോമൺലി ഫൗണ്ട് ഇൻ ഗ്രെയിൻസ്, റൈസോബിയം, സ്ട്രെപ്റ്റോകോക്കസ്, ആസ്പെർഗില്ലസ്, ലാക്ടോബാസിലസ്. കോമൺലി ഫൗണ്ട് ആയിട്ടുള്ള ഏതാണ്? അത് വന്നിട്ട് ആസ്പെർഗില്ലസ് ആണ്. ആസ്പെർഗില്ലസ് ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കോമൺ ആയിട്ട് ഗ്രെയിൻസിൽ കാണപ്പെടുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയസ് അസോസിയേറ്റ് വിത്ത് റോപ്പ് സ്പോയിലേജ് ഇൻ ബ്രെഡ്? എസ്റ്റിരീഷ്യ കോളി, ബാസിലസ് സബ്റ്റിലിസ്, ക്ലോസ്ട്രീഡിയം ബോട്ട്ലിനം, ലാക്ടോബാസിലസ് കേസി. ഏതാണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ, ബി ആണ്, ബാസിലസ് സബ്റ്റിലിസ് ആണ്. ഓക്കെ, പിന്നെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലോർ ബിക്കംസ് വൾണറബിൾ ടു മൈക്രോബിക് ഗ്രോത്ത് അറ്റ് വാട്ട് മോയ്സ്ചർ കണ്ടന്റ്? 10%, 13%, 15%, 18%. എത്രയാണ് ഇവിടുത്തെ ആൻസർ വന്നിട്ട്? ഇവിടുത്തെ ആൻസർ വന്നിട്ട് 15% ആണ് കേട്ടോ, 15% ആണ്. ഇനി നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് എത്ര പെർസെൻറ്റേജ് വേണം? 17% മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ബാക്ടീരിയയുടെ ഗ്രോത്തും കൂടെ വരും. ഓക്കെ, ഇനി അടുത്തത്, which bleaching agents are used in wheat flour to reduce microbe? Hydrogen peroxide and iodine, nitrogen oxides and chlorine, sulfur dioxide and lime, sodium hydroxide and acetic acid. ഏതാണ്? പ്രധാനമായിട്ട് ബ്ലീച്ചിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രജൻ ഓക്സൈഡ്സും ക്ലോറിനും ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഗീവ്സ് ബ്രെഡ് എ സ്ട്രിഞ്ചി ടെക്സ്ചർ ആൻഡ് ബാഡ് ഓർഡർ? അല്ലെ, നമ്മൾ പറഞ്ഞ സ്ട്രിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ തൊടുമ്പോൾ ഇങ്ങനെ വലിയുന്ന പോലത്തെ ടെക്സ്ചറും ഒരു ബാഡ് ഓർഡറും കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഏതാണെന്ന് നമുക്കറിയാം അല്ലേ. മോൾഡും റെഡും ചോക്കി ബ്രെഡും അല്ല, പിന്നെ എന്താണ്? അത് റോപ്പ് സ്പോയിലേജ് ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബാക്ടീരിയ ഇസ് റെസ്പോൺസിബിൾ ഫോർ റെഡ് ഓർ ബ്ലഡി ബ്രെഡ്? അല്ലെ, ആ ഒരു റെഡ് സ്പോട്സിന് കാരണമാവുന്ന ബാക്ടീരിയ. ബാസിലസ് സീരിയസ് ഉണ്ട്, സെറേഷ്യ മാർസിസൻസ് ഉണ്ട്, ഈക്കോളി ഉണ്ട്, ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സെറേഷ്യ മാർസിസൻസ്. ഓക്കെ, അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഇസ് കോസ്ഡ് ബൈ ഈസ്റ്റ് ലൈക്ക് ഫംഗൈ സച്ച് ആസ് ട്രിക്കോസ്പോറോൺ? അല്ലെ, ട്രിക്കോസ്പോറോൺ എന്ത് ടൈപ്പ് ഓഫ് സ്പോയിലേജ് ആണ് ഉണ്ടാക്കുന്നത്? റെഡ് ബ്രെഡ്, മോൾഡ് സ്പോയിലേജ്, ചോക്കി ബ്രെഡ്, റോപ്പ് സ്പോയിലേജ്. ഏതാണ്? ഇവിടുത്തെ ആൻസർ വന്നിട്ട് ചോക്കി ബ്രെഡ് ആണ്. അല്ലേ, നമ്മൾ പറഞ്ഞു റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്, പക്ഷെ വൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഡെപ്പോസിറ്റ്സ് പോലെ വരും എന്ന് പറഞ്ഞു അല്ലേ, അത് ട്രിക്കോസ്പോറോൺ ആണ്. ഇനി അടുത്തത്, ഫ്രഷ്ലി ബേക്ഡ് ബ്രെഡ് ഈസ് നിയർലി സ്റ്റെറൈൽ ഓൺ ദ സർഫസ് ബിക്കോസ് മോൾഡ് ഗ്രോത്ത് ഈസ് സപ്രസ്ഡ്, ബേക്കിംഗ് കിൽസ് മൈക്രോ ഓർഗാനിസം, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ സ്റ്റെറൈൽ പാക്കേജിംഗ്, ഫ്ലോർ ഈസ് സ്റ്റെറൈൽ. എന്തുകൊണ്ടാണ്? ബേക്കിങ്ങിന്റെ സമയത്ത് മൈക്രോ ഓർഗാനിസംസ് എല്ലാം കില്ലാവുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, which of the following is not a mold associated bread spoilage? mold associated അല്ലാത്ത ബ്രെഡ് സ്പോയിലേജ്. ഓക്കെ, അപ്പോൾ റൈസോപ്പസ് സ്റ്റോളോണിഫർ ഉണ്ട്, പെൻസീലിയം ഉണ്ട്, ആസ്പെർഗില്ലസ് നൈഗർ ഉണ്ട്, സക്കാരോമൈസസ് സെർവിസിയം ഉണ്ട്. ഏതാണ്? നമ്മൾ പറഞ്ഞ ഈ 3 സാധനങ്ങളും എന്താണ്? മോൾഡ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതേതാണ്? ഇത് ഈസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അല്ലേ, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷന് കാരണമാകുന്ന മാൾട്ടിൻ്റെയൊക്കെ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷന് കാരണമാകുന്ന ഒരു ഈസ്റ്റ് ആണ് സക്കാരോമൈസസ് സെർവിസിയം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സക്കാരോമൈസസ് സെർവിസിയം ആണ്. ഓക്കെ, അടുത്തത്, സ്പോയിലേജ് ഓഫ് കേക്ക്സ് വിത്ത് കസ്റ്റാർഡ് ഫില്ലിംഗ് ഈസ് മോർ ലൈക്ലി ഡ്യൂ ടു ഹൈ ഷുഗർ കണ്ടന്റ്, ഫാറ്റ് ഓക്സിഡേഷൻ, മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി, പാക്കേജിങ്. എന്താണ്? കസ്റ്റാർഡ് ഫില്ലിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല മോയ്സ്ചർ ഉണ്ട്, നല്ലോണം ന്യൂട്രിയൻസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോത്ത് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഈസ് സി. അടുത്തത്, വാട്ട് ഈസ് എ റെയർ സ്പോയിലേജ് ഇഷ്യൂ ഇൻ മോയിസ്റ്റ് മാക്രോണി? റോപ്പ് സ്പോയിലേജ്, ഗ്യാസ് പ്രൊഡക്ഷൻ ബൈ എൻട്രോബാക്ടർ, മൈക്കോടോക്സിൻ പ്രൊഡക്ഷൻ, ചോക്കി ടെക്സ്ചർ. നമ്മൾ പറഞ്ഞു എന്താണ് മാക്രോണി എന്ന് പറയുമ്പോൾ ജനറലി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, പക്ഷെ എന്നിരുന്നാൽ പോലും മോയ്സ്ചർ കണ്ടന്റ് വരുമ്പം ഈ എൻട്രോബാക്ടർ സ്പീഷീസ് വന്നിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ മാക്രോണി ഒന്ന് സ്വെല്ലപ്പ് ആയിട്ട് കാണപ്പെടും അല്ലേ. അപ്പം ഇവിടെ എന്താണ്? ഗ്യാസ് പ്രൊഡക്ഷൻ ബൈ എൻട്രോബാക്ടർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് പിഗ്മെന്റ് പ്രൊഡ്യൂസിങ് മോൾഡ് ക്യാൻ കോസ് സ്ട്രീക്ക് ഇൻ മാക്രോണി ഡ്യൂറിങ് ഡ്രൈയിങ്? അല്ലെ, നമ്മൾ പറഞ്ഞു മാക്രോണി നമ്മൾ പേപ്പറിൽ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അത് ആ പേപ്പർ ആയിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ സ്ട്രീക്സ്, പർപ്പിൾ സ്ട്രീക്സ് ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലേ. അതേതാണ്? പെൻസിലിയം, ന്യൂറോസ്പോറ, മൊണീലിയ, മ്യൂക്കർ. ഏതാണ്? മൊണീലിയ ആണ്. പർപ്പിൾ കളേർഡ് സ്ട്രീക്സ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ, പർപ്പിൾ കളേർഡ് സ്ട്രീക്സ് ആണ് ഉണ്ടാക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ സി.
Okay, next one, why do breakfast cereals typically have low microbial numbers? എന്തുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസിനകത്ത് മൈക്രോബിയൽ നമ്പേഴ്സ് കുറവ്? ഒന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഇനിഷ്യലി ഭയങ്കര ഹൈ ആണെങ്കിൽ ടുവേർഡ്സ് എൻഡ് ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു ഡ്രൈഡ് പ്രോഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ദേ ആർ അസിഡിക്, ദേ ആർ ഇറേഡിയേറ്റഡ്, ദേ ആർ സ്റ്റോർഡ് ഇൻ സ്റ്റെറൈൽ പാക്കേജിംഗ് ഒന്നുമല്ല, ദേ ആർ എക്സ്ട്രൂഡഡ് ആൻഡ് ഡ്രൈഡ്. അതുകൊണ്ടാണ് അതിനകത്ത് ലോ മൈക്രോബിയൽ നമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, പ്രിപ്പയർഡ് ഡോസ് മേ undergo microbial growth during storage. Okay, because they are vacuum packed, they are frozen, they contain microbial inoculum, they are irradiated. Prepared dough microbial growth ഉണ്ടാവുന്നതിന്റെ കാര്യം എന്താണ്? They contain microbial inoculums. Okay. Next one, the primary method to prevent spoilage in cereals is chemical preservative, moisture control, irradiation, refrigeration. ഏതാണ്? മോയ്സ്ചർ കൺട്രോൾ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് പ്രിസർവേറ്റീവ് ഈസ് യൂസ്ഡ് ഇൻ ഡോ ടു പ്രിവെന്റ് റോപ്പ് സ്പോയിലേജ്? സോർബിക് ആസിഡ്, കാൽഷ്യം പ്രൊപ്യൂണേറ്റ്, എസറ്റിക് ആസിഡ്, അമോണിയ. ഏതാണ്? റോപ്പിനെസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുന്ന സംഭവമാണ് ഇത് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് റോപ്പിനെസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ, what is the role of UV rays in bakeries? Enhance yeast fermentation, improve color, kill mold spore, reduce water activity. എന്താണ്? ഓപ്ഷൻ സി ആണ്, kill mold spores ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഐഡിയൽ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഫോർ സീരിയൽ ഗ്രെയിൻ? 0 to 2 ഡിഗ്രി, 4.4 to 7.2, 10 to 12 ഡിഗ്രി, 20 to 25 ഡിഗ്രി. എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 4.4 to 7.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അടുത്തത്, which cereal product has the highest risk of spoilage when moist? Dried cornflake, white flour, corn that is greater than 20% moisture, dry macaroni അല്ലേ. അതായത് കോണിനകത്താണ് കൂടുതൽ, 20% കൂടുതലാണ് മോയ്സ്ചർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് റിസ്ക് ഏതിനായിരിക്കും? കോണിനായിരിക്കും. ഇനി അടുത്തത് അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 സെന്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഏതാണ്, അല്ലെങ്കിൽ റീസൺ അസേർഷൻ കറക്റ്റ് ആണ് എന്നുള്ളത് നോക്കുക. അതനുസരിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ആൻസർ ചെയ്യുന്നെടുക്കുക. ഓക്കെ, അപ്പം അസേർഷൻ, ഹോൾ വീറ്റ് ആൻഡ് ഗ്രഹാം ഫ്ലോർസ് ഓഫ് ഹയർ മൈക്രോബിയൽ കൗണ്ട്സ് ആൻഡ് വൈറ്റ് ഫ്ലോർ. ശരിയല്ലേ? ശരിയാണ്. എന്തുകൊണ്ടാണ്? ഗ്രെയിൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ ഔട്ടർ കവറിങ് ഉള്ളതിനെ കൊണ്ടാണ്. റീസൺ എന്താണ്? ഹോൾ വീറ്റ് ഫ്ലോർ റീറ്റെയിൻസ് ദ ഔട്ടർ ഗ്രെയിൻ ലെയേഴ്സ് വിച്ച് ആർ നോട്ട് റിമൂവ്ഡ് ബൈ ബ്ലീച്ചിങ്. ഓക്കെ, അപ്പം അത് അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. Okay, next one, assertion, rope spoilage in bread can occur even after baking. അല്ലേ, ഉണ്ടാവും. കാര്യം എന്തുകൊണ്ടാണ്? കാര്യം ബേക്കിങ്ങിന് കഴിഞ്ഞാൽ ബ്രേക്കിങ്ങിനെ സർവൈവ് ചെയ്ത് ഈ റോ സ്പോയിലേജ് ഉണ്ടാക്കുന്ന ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീസൺ, റോ സ്പോയിലേജ് ഇസ് കോസ്ഡ് ബൈ മോൾഡ് സ്പോർ ദാറ്റ് സർവൈവ് ബേക്കിംഗ് ടെമ്പറേച്ചേഴ്സ്. ശരിയല്ലേ? ശരിയാണ്. എന്താണ്? റോ സ്പോയിലേജ് കോസ്ഡ് ബൈ എന്താണ്? മോൾഡ് സ്പോർ ആണോ? അല്ല, ബാക്ടീരിയ ആണ്. അപ്പം എന്താണ്? അത് തെറ്റാണ്. അപ്പം ഇവിടെ നമ്മൾ ഇത്രയും കാണുമ്പോഴത്തേക്ക് നമ്മൾ സർവൈവ് ബേക്കിംഗ് ടെമ്പറേച്ചർ ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നു. പക്ഷെ എന്താണ് സർവൈവ് ചെയ്യുന്നത്? ബാക്ടീരിയ ആണ്, മോൾഡ് സ്പോർ അല്ല അല്ലേ. അപ്പം അതുകൊണ്ട് ആ ഒരു പാർട്ട് സെന്റൻസ് തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷേ റീസൺ ഫോൾസ് ആണ്. Okay, next one, assertions, spoilage in cereals often start with mold growth. ശരിയാണോ? ശരിയാണ്. റീസൺ എന്താണ്? മോൾഡ് ആർ ദ ഫസ്റ്റ് ടു ഗ്രോ അറ്റ് ലോവർ മോയ്സ്ചർ ലെവൽ ദാൻ ബാക്ടീരിയ ഓർ ഈസ്റ്റ്. ശരിയല്ലേ? കാര്യം മോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ലോവർ മോയ്സ്ചറിൽ വളരും. ഈസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 13% മുകളിലോട്ട് വേണം. ബാക്ടീരിയക്കാണെങ്കിൽ 17% മുകളിലോട്ട് വേണം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, UV ട്രീറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബേക്കറീസ് ടു പ്രിവെൻറ്റ് സ്പോയിലേജ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. എന്താണ് റീസൺ? എന്താണ്? UV റേസ് ഇൻഹിബിറ്റ് മോൾഡ് ഗ്രോത്ത് ബൈ റെഡ്യൂസിങ് ഹ്യൂമിഡിറ്റി. അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ. അവിടെ ഹ്യൂമിഡിറ്റീനെയാണോ അഫക്റ്റ് ചെയ്യുന്നത്? അല്ല. അപ്പം അതുകൊണ്ട് എന്താണ്? അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷേ റീസൺ ഫോൾസ് ആണ്. സോ ദ ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കേക്ക്സ് വിത്ത് ഫ്രൂട്ട് ഓർ കസ്റ്റാർഡ് ഫില്ലിങ്സ് ആർ മോർ പ്രോൺ ടു സ്പോയിലേജ്. ശരിയല്ലേ? ശരിയാണ്. എന്തുകൊണ്ടാണ്? റീസൺ, ദീസ് ഇൻഗ്രീഡിയൻസ് പ്രൊവൈഡ് ഹയർ മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ് ഫോർ മൈക്രോബിയൽ ഗ്രോത്ത്. അതും ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ അസേർഷൻ കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, നെക്സ്റ്റ് വൺ,
അടുത്ത ഇനി നമ്മുടെ സെൻറ്റൻസുകൾ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസുകൾ ഏതാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻറ്റൻസുകൾക്ക് നേരെ ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക. ആ ടിക്ക് ഇട്ട സെൻറ്റൻസുകൾ ഇതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് അതനുസരിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ ഫോൾസ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഓക്കെ, അപ്പം ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് മൈക്രോബിയൽ സ്പോയിലേജ് ഓഫ് ബ്രെഡ്. എന്താണ്? റോബ് സ്പോയിലേജ് ഈസ് കോസ്ഡ് ബൈ ബാസിലസ് സബ്റ്റിലിസ്. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, മോൾഡ് കണ്ടാമിനേഷൻ ജനറലി ഒക്കേഴ്സ് ആഫ്റ്റർ ബേക്കിംഗ്. മോൾഡ് കണ്ടാമിനേഷൻ ജനറലി അതെ ബേക്കിങ്ങിൻ്റെ സമയത്ത് നശിച്ചു പോയാലും ബേക്കിംഗ് കഴിഞ്ഞിട്ട് അറ്റ്മോസ്ഫിയറിലൂടെ ഹാൻഡ്ലിങ്ങിലൂടെയൊക്കെ കണ്ടാമിനേഷൻ വരാം. മോൾഡ് സ്പോർസ് ആർ കിൽഡ് ഡ്യൂറിങ് ബേക്കിംഗ്. അത് ശരിയല്ലേ? ശരിയാണല്ലേ, പിന്നീടും വരാം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ഈസ് മോർ പ്രോൺ ടു സ്പോയിലേജ് ഇഫ് സ്ലൈസ്ഡ് വൈൽ വാം. അത് ശരിയല്ലേ? അതുകൊണ്ടാണ് അതിനെ പ്രോപ്പറായിട്ട് കൂൾ ചെയ്തിട്ട് അതിനെ നമ്മൾ പാക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് find out the statements that are true about the role of moisture in spoilage. Okay, moisture above 13% in cereal grains support mold growth. ശരിയല്ലേ? അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത് അറ്റ് ഹയർ മോയ്സ്ചർ ലെവൽ ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ മേ ഗ്രോ. അത് ശരിയല്ലേ? അത് ശരിയാണ് അല്ലേ. ഇനി മോയ്സ്ചർ പ്ലേസ് നോ റോൾ ഇൻ സ്പോയിലേജ് ഇഫ് ഗ്രെയിൻസ് ആർ ക്യാൻഡ്. ആണോ? അല്ല, തെറ്റാണ്. മോയ്സ്ചറാണ് പ്രധാനപ്പെട്ട റോള്. അടുത്ത് പാസ്ത ആൻഡ് മാക്രോണി സ്പോയിൽ ഈസിലി ഈവൻ ഡ്രെൻ ഡ്രൈ. ആണോ? അല്ല, അതും തെറ്റാണ് അല്ലേ. പൊതുവെ അങ്ങനെ സ്പോയിൽഡ് ആവത്തില്ല. റെയർലി മാത്രമാണ് സ്പോയിലേജ് ഉണ്ടാവുന്നത് പാസ്തയിലും മക്രോണിലും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? 1ഉം 2ഉം ആണ്. അത് വരുന്ന ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ പ്രിവെൻഷൻ ഓഫ് സീരിയൽ സ്പോയിലേജ്. സീരിയൽ സ്പോയിലേജ് പ്രിവെന്റ് ചെയ്യുന്നതുകൊണ്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇറിഡേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു കിൽ മോൾഡ് സ്പോർസ് ഇൻ ബേക്കറി ഏരിയാസ്. ശരിയല്ലേ? ശരിയാണ്. അടുത്ത എന്താണ്? കാൽഷ്യം പ്രൊപ്യൂണേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ഇൻ ബ്രെഡ്. ശരിയല്ലേ? കാൽഷ്യം സോഡിയം ഒക്കെ പ്രൊപ്യൂണേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. 3 UV rays are effective in reducing microbial load. അതും ശരിയാണ്. ഇനി റോബ് സ്പോയിലേജ് ഈസ് പ്രിവെന്റഡ് ബൈ സ്ലൈസിങ് ബ്രെഡ് വൈൽ വാം. ആണോ? അത് തെറ്റാണ് അല്ലേ. അത് മോൾഡ് സ്റ്റോറേജിൻ്റെ മോൾഡ് ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം 1ഉം 2ഉം 3ഉം ശരിയാണ്, 4 തെറ്റാണ്. സോ ദ ആൻസർ ഏതാണ്? 1ഉം 2ഉം 3ഉം ഓപ്ഷൻ എ. ഓക്കെ, അടുത്തത് ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് സീരിയൽ സ്പോയിലേജ് ഓർഗൻസ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. റോബ് സ്പോയിലേജ് ഈസ് കോസ്ഡ് ബൈ സക്കാരോമൈസിസ് സെർബിസിയെ. ആണോ? അല്ല, തെറ്റാണ്. നമ്മൾ പലതവണ പറഞ്ഞല്ലേ, ബാസിലസ് സബ്റ്റിലിസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ സെറേഷ്യ മാർസിൻസ് കോസസ് റെഡ് കളറേഷൻ ഇൻ ബ്രെഡ് അല്ലേ. ശരിയാണ്. റെഡിഷ് സ്പോട്ട് ഉണ്ടാകുന്നുണ്ട്, ബ്ലഡി ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. ആസ്പെർഗില്ലസ് നൈഗർ ഈസ് എ കോമൺ സ്പോയിലേജ് മോൾഡ്. അത് ശരിയാണ് അല്ലേ. ആസ്പെർഗില്ലസ് നൈഗർ ആണ് ഒരു കോമൺ ആയിട്ടുള്ള സ്പോയിലേജ് മോൾഡ്. 4മത്തത് ബാസിലസ് സബ്റ്റിലിസ് ഈസ് എ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ സീരിയൽസ്. ആണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. നമ്മൾ പറഞ്ഞ എന്താണ്? അത് കാരണമാണ് റോപ്പിനെസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. സോ ദ ആൻസർ എന്താണ്? തെറ്റായിട്ടുള്ളതാണ് എടുക്കാൻ പറഞ്ഞേക്കുന്നത്. തെറ്റായിട്ടുള്ളത് 1ഉം 4ഉം ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ റിഗാർഡിംഗ് ഫ്ലോർ സ്പോയിലേജ്. അതായത് ഫ്ലോറിൻ്റെ ഒക്കെ സ്പോയിലേജുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. വൈറ്റ് ഫ്ലോർ ഈസ് മോർ പ്രോൺ ടു സ്പോയിലേജ് ദാൻ വോൾ വീറ്റ് ഫ്ലോർ. ആണോ? ശരിയാണോ? തെറ്റാണ് അല്ലേ. അടുത്തത് ഫ്ലോർ വിത്ത് മോർ ദാൻ 17% മോയ്സ്ചർ ക്യാൻ സപ്പോർട്ട് മൈക്രോബിയൽ ഗ്രോത്ത്. ശരിയാണ്. മോൾഡ് ഗ്രോത്ത് ഒക്കേഴ്സ് ഇൻ സ്ലൈറ്റ്ലി മോയ്സ്റ്റൻഡ് ഫ്ലോർ. അതും ശരിയാണ്. സ്പോയിൽഡ് ഫ്ലോർ പേസ്റ്റ് ഓഫൺ സ്മെൽ ലൈക്ക് അസറ്റിക് ആസിഡ് ആൻഡ് എസ്റ്റേഴ്സ്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് മാത്രമാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? 1 only ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ബേക്കറി സ്പോയിലേജ് പ്രിവെൻഷൻ. അപ്പം അഗെയിൻ ബേക്കറി സ്പോയിലേജ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ 1 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബ്രെഡ് ഷുഡ് ബി റാപ്ഡ് വൈൽ സ്റ്റിൽ ഹോട്ട്. ആണോ? അല്ല, തെറ്റാണ്. കാര്യം എന്തുകൊണ്ടാണ്? മോൾഡ് സ്പോയിലേജ് ഉണ്ടാവും. 2 ക്ലീൻ എൻവയൺമെന്റ് റെഡ്യൂസസ് മോൾഡ് കണ്ടാമിനേഷൻ. ശരിയാണ്. 3 UV rays ആർ യൂസ്ഡ് ഓൺ സ്ലൈസിങ് നൈഫ്സ്. ശരിയാണ്, അത് ഉപയോഗിക്കാം. 4മത്തത് പ്രിസർവേറ്റീവ്സ് ലൈക്ക് സോഡിയം പ്രൊപ്യൂണേറ്റ് ഹെൽപ്പ് പ്രിവെന്റ് സ്പോയിലേജ്. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അഗെയിൻ ഏതാണ് വന്നിരിക്കുന്നത്? 1 only ആണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സീരിയൽസിൻ്റെയും സീരിയൽ പ്രോഡക്ട്സിൻ്റെയും സ്പോയിലേജുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ടൈപ്സും അതുപോലെ കോസറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസവും ആ ഒരു പ്രിവെൻറ്റീവ് മെത്തേഡ്സും ഒക്കെ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്